So this is the first question. Question 21. In 1832, at the end of what is now called the Romantic Age, S.T. Coleridge described three silent revolutions in England. Identify the wrong option. എപ്പോഴും പറയുന്ന പോലെ തന്നെ റോങ് ഓപ്ഷൻ. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഐഡന്റിഫൈ ദ റോങ് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോ ഏതായിരിക്കും ഓപ്ഷൻ? പ്രൊഫഷൻസ് ഫെൽ ഓഫ് ദി ചർച്ച് ഉണ്ട്, ഫ്രറ്റേണിറ്റി ഫെൽ ഫ്രം ദ സൊസൈറ്റി ഉണ്ട്, ലിറ്ററേച്ചർ ഫ്രം പ്രൊഫഷൻസ്, പ്രസ് ഫ്രം ലിറ്ററേച്ചർ. യെസ്, വെരി ഗുഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മളോട് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കോളറിഡ്ജ് പറഞ്ഞിട്ടില്ല. ആൻഡ് നമ്മൾ ഈ ഒരു വർക്കിലേക്ക് വരികയാണെങ്കിൽ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. ഈ ഒരു വർക്കിലേക്ക് പറയുമ്പോൾ ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അല്ലേ, എഡ്യൂക്കേഷൻ, മെഡിസിൻ, ലോ ഒക്കെ ആ ഒരു ഒന്നുകൂടി സെക്യുലറൈസ് ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിലീജിയനോടുള്ള ആ ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞിട്ട് ഒന്നുകൂടി സെക്യുലറൈസ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ കോളറിഡ്ജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ലിറ്ററേച്ചർ ഫോളിങ് ഓഫ് ഫ്രം ദി പ്രൊഫഷൻ. പണ്ടൊക്കെ അരിസ്റ്റോക്രേറ്റ്സ് മാത്രമായിരുന്നു അല്ലേ ഈ റൈറ്റിങ്ങും ഈ ഒരു റീഡിംഗ് ഒക്കെ ഹോബി ആയിട്ട് ഉണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് ആളുകൾക്ക് അറിയുന്നുള്ളൂ വായിക്കാനും എഴുതാനൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ആയിട്ട് ലെറ്റേഴ്സ് എഴുതാനും അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു ലിവിങ് ഏൺ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈം വരും എന്നാണ് നമ്മുടെ കോളറിഡ്ജ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്രസ് ഫാളിങ് ഓഫ് ഫ്രം ലിറ്ററേച്ചർ. അതും നമ്മൾ പ്രിന്റ് കൾച്ചറില്ലേ, കൊമേഴ്ഷ്യലൈസേഷൻ ഒക്കെ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചീപ്പായിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽസ്, മാസ് മീഡിയ അതൊക്കെ വരും എന്നാണ് കോളറിഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഒന്നുകൂടെ, ഞാൻ വല്ലാതെ ഡീപ്പായിട്ട് പോകുന്നില്ല, എന്നാലും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആരാണ് വരുന്നത്? ഒരു ഫേമസ് ആയിട്ടുള്ള ക്രിറ്റിക്ക് മനസ്സിലേക്ക് വരാൻ ചാൻസ്. നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മാസ് മീഡിയ, പ്രിന്റ് കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതാരാണ് നമുക്ക് കണക്ട് ചെയ്ത്? അതെ, റെയ്മൺ വില്യംസ്. വെരി ഗുഡ് ആണ്. റെയ്മൺ വില്യംസ് വരൂലേ? അപ്പൊ വില്യംസിന് ഈ ഒരു വർക്ക്, ഈ കോളറിഡ്ജിന്റെ ഈ ഒരു ടേംസ് ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഫൗണ്ടേഷണൽ സ്റ്റോൺ ആയിട്ടായിരുന്നു പിന്നെ വില്യംസ് ഈ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു 1958. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കൾച്ചർ, ഇൻഡസ്ട്രി, ആർട്ട് ഒക്കെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ എവോൾവ് ആയത്, അതിനെ കുറിച്ചൊക്കെ റെയ്മൺ വില്യംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ഈ ഒരു വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്രിറ്റിക് വ്യൂയിലൂടെ നോക്കുമ്പോൾ നോട്ട് ടു ഇമ്പോർട്ടൻറ്റ്, ഡീപ്പായിട്ടൊന്നും പോകണ്ട. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. പ്രൊഫഷൻ, ലിറ്ററേച്ചർ, പ്രസ്, ആ ഒരു 3 കീവേഡ്സ് ഓർത്ത് വെക്കുക കേട്ടോ. പ്രൊഫഷൻ, ലിറ്ററേച്ചർ, പ്രസ്, ഇത് 3ആയിരുന്നു നമ്മുടെ കോളറിഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫ്രറ്റേണിറ്റി എന്നുള്ള ഒരു സംഭവം ഇല്ല. അപ്പൊ ഈ കീവേഡ്സ് 3 ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. പോവല്ലേ? ഓക്കെ, ആൻസർ കാണുന്നില്ലല്ലോ. ഓക്കെ, which of the following details about the dramatis persona of the Duchess of Malfi are correct? നേരത്തെ കൊടുത്തിട്ടുള്ള റോങ് എന്നായിരുന്നു, ഇപ്പോ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. ഫെർഡിനാൻഡ്, കാർഡിനൽ അന്റോണിയോ, ഡീലിയോ, ഡാനിയൽ ഡി ബൊസോള. ഏതാണ് ഈ പറഞ്ഞവരൊക്കെ? ആരൊക്കെയാണ് ഇതില്? ബി ആണോ? ഓക്കെ, ഞാൻ 1 by 1 നോക്കിയിട്ട് ആൻസറിലേക്ക് പോവാം. ഫെർഡിനാൻഡ് ആരായിരുന്നു? ഡ്യൂക്ക് ഓഫ് കലാബ്രിയൻ. ആരായിരുന്നു? കലാബ്രിയ ആരായിരുന്നു? പറയൂ. ഓപ്ഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എ ആരായിരുന്നു? ബ്രദർ. യെസ്, വെരി ഗുഡ്. ഒരു അത്രയും ഒബ്സസ്ഡ് ആയിട്ടുള്ള ബ്രദർ ആയിരുന്നു അല്ലെ? ആ ഡച്ചസ് ഒക്കെ ആയിട്ടൊക്കെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രദർ ആയിരുന്നു. അത്യാവശ്യം നല്ലോണം ടോക്സിക് ആയിട്ടുള്ള ബ്രദർ ആയിരുന്നു. പിന്നെ കാർഡിനൽ ആരായിരുന്നു? കാർഡിനൽ? മൈക്കോണാണോ? എക്സിക്യൂഷണർ അല്ല അല്ലെ? കാർഡിനൽ വാസ് ദി അതർ ബ്രദർ.
ആരുടെ നമ്മുടെ ഡച്ചസിന്റെ അതർ ബ്രദർ ആയിരുന്നു. ആൻഡ് ഹി വാസ് എ വെരി കോൾഡ്, ഒരു മെഷിയവെല്ലിയൻ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഉള്ള ഒരു ബ്രദർ ആയിരുന്നു. ഈ ആളാണ് ഈ പ്ലോട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങൾ, ഈ ഒരു ഇവരെ ലൈഫ് അത്രയും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ട് ഒക്കെ ഉണ്ടാക്കുന്നത് കാർഡിനലായിരുന്നു. അത് അന്റോണിയോ. അപ്പൊ ഇത് തെറ്റാണ് അല്ലേ? ബി തെറ്റാണ്. എ ട്രൂ ആണ്, ബി തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് സി ഓപ്ഷൻ ഒഴിവാക്കാം, എ ഓപ്ഷൻ ഒഴിവാക്കാം, ബി ഓപ്ഷൻ ഒഴിവാക്കാം. ഓപ്ഷൻ ബി അപ്പൊ തന്നെ നമുക്ക് കിട്ടി. കാർഡിനൽ ആരാന്ന് മനസ്സിലായി തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അന്റോണിയോ ആരായിരുന്നു? ഹു വാസ് അന്റോണിയോ? അതെ, അന്റോണിയോ ഹി വാസ് ദി ലവർ ഓഫ് ദ ഡച്ചസ്. ആൻഡ് പിന്നെ ഡീലിയോ. ഡീലിയോ വാസ് ദി, ഇത് കറക്റ്റ് ആണോ? കോർട്ട് ഓഫീസർ ആയിരുന്നു ഡീലിയോ? അല്ല അല്ലെ, ഹി വാസ് ദി ഫ്രണ്ട് ഓഫ് അന്റോണിയോ. ആൻഡ് പിന്നെ ഡാനിയൽ ഡി ബസോള, നമുക്കറിയാം ഒരു മാൽക്കണ്ടൻ, ഇതിലെ മെയിൻ വില്ലൻ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എ, സി ആൻഡ് ഇ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ആരായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്ന ഡച്ചസ് ഓഫ് മാൽഫിയുടെ ഓതർ ആരാ? ഹു റോട്ട് ഡച്ചസ് ഓഫ് മാൽഫി? വെബ്സ്റ്റർ. യെസ്, വെരി ഗുഡ്. മാർലോ അല്ല കേട്ടോ, വെബ്സ്റ്റർ ആണ്. ആൻഡ് യെസ്, എല്ലാവർക്കും അറിയാം അല്ലെ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ആണ് കേട്ടോ ഇത്. വൈറ്റ് ഡെവിൽ വെബ്സ്റ്റർ ആണ്. യെസ്, ഇതെല്ലാം ഏകദേശം, അതെ, ഇതെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുന്ന, ഏകദേശം ഇതിന്റെ പ്ലോട്ട് ഒക്കെ സെയിം ആണ് കുറെയൊക്കെ. ഓക്കെ, അടുത്തത്. അതെ, ഡാർക്ക് ആയിട്ടുള്ള, അന്നത്തെ കാലത്ത് ഡാർക്ക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. റിവെഞ്ച് ട്രാജഡീസ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെബ്സ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who has insisted that the power of audience derives from the fact that meanings do not circulate the culture economy the same way we wealth does in financial? ഇത് ഈസി അല്ലേ? അത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇത് കൾച്ചറൽ സ്റ്റഡീസ്, മീഡിയ തിയറി, ആ ഒരു രണ്ടും ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ? ഡി എൻ ആണോ? ജോൺ ഫിസ്കെ ആണോ? എല്ലാരും പറയുന്നത് ജോൺ ഫിസ്കെ ആണ്. ആൻഡ് ഹി വാസ് എ ഫൗണ്ടേഷണൽ ഫിഗർ ഇൻ ബ്രിട്ടീഷ് ആൻഡ് ഓസ്ട്രേലിയൻ കൾച്ചറൽ സ്റ്റഡീസ് കേട്ടോ, അത് ഓർത്തു വെക്കാം. ടെലിവിഷൻ കൾച്ചർ, പോപ്പുലർ റെസിസ്റ്റൻസ് ഒക്കെ ആയിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ വർക്കായ ടെലിവിഷൻ കൾച്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പോപ്പ് കൾച്ചർ, ഇതിലായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളേക്ക് ഒരു ഡോളർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ നോട്ട് നമ്മളെ കയ്യിലേ ഉള്ളൂ, ആ ഒരു സീരിയൽ നമ്പർ ഉള്ള ആ നോട്ട് നമ്മളെ കയ്യിലേ ഉള്ളൂ. പക്ഷെ വേറെ ആൾക്ക് ഇനിയിപ്പോ 100 റുപ്പീസ് ഉണ്ടെങ്കിലും ആ സെയിം തിങ് അയാൾക്ക് ഇല്ല. അപ്പൊ നമ്മളെ ഓവറോൾ നേഷന്റെ എക്കണോമിന്ന് ആ ഒരു 100 റുപ്പീന്റെ ഉടമസ്ഥർ നമ്മളാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? അതേപോലെ അല്ല ശരിക്കും കൾച്ചർ നമ്മളെ ഈ ഒരു സൊസൈറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു 100 റുപ്പീസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ നമ്മളത് മാത്രമാണ്, വേറെ ആർക്കും അതിൽ അവകാശമോ അതിൽ അഭിപ്രായമോ ഇല്ല. പക്ഷെ അതേപോലെയല്ല എക്കണോമിയിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ കൾച്ചർ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ജോൺ ഫിസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് അതില് ഇപ്പൊ നമ്മൾ അഡോണോ ഹൊക്കീമർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മുടെ അഡോണോ ഹൊക്കീമർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടോ അതൊക്കെ? നമ്മളെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ പെസിമിസ്റ്റിക് ആയിട്ടായിരുന്നു കൾച്ചറിനെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷേ ജോൺ ഫിസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കൾച്ചർ അത് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. വി ഡിസൈഡ് വാട്ട് വി ഷുഡ് കൺസ്യൂം എന്നായിരുന്നു നമ്മുടെ ജോൺ ഫിസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഫുള്ളി ബ്ലൈൻഡ് ആക്കാനൊന്നും കൾച്ചറിന് പറ്റില്ല, ഒരു ഓർഗനൈസേഷൻ ഒന്നും അതിന് പറ്റൂല. നമ്മൾ തന്നെയാണ് ഒരു കൾച്ചർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ എവിടേക്ക് എന്തൊക്കെ നമ്മൾ കാണണം എന്നൊക്കെ തീരുമാനിക്കും നമ്മളാണ് എന്നാണ് ജോൺ ഫിസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജോൺ ഫിസ്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫിനാൻഷ്യൽ ആയുള്ള കാര്യങ്ങളിൽ മണി ഫ്ലോ ചെയ്യുന്ന പോലെയല്ല കൾച്ചറൽ എക്കണോമിയിൽ നമ്മളെ കൾച്ചറൊക്കെ ഫ്ലോ ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇത് കേൾക്കുമ്പോൾ നമുക്കൊരാളെ ഓർമ്മ വരും. സ്റ്റുവർട്ട് ഹോളിന്റെ എൻകോഡിംഗ് ഡീകോഡിംഗ് മോഡൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 1973 അതെ. അതിലെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു മെസ്സേജ് കിട്ടും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ആ മെസ്സേജ്. പിന്നെ നമ്മൾ കുറച്ചത് നെഗോഷിയേറ്റ് ചെയ്യൂലേ. ചില പാർട്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ചില പാർട്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂല. അതേപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഫിസ്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ദാറ്റ്സ് ഹൗ ദ കൾച്ചർ ഫ്ലോസ്. അല്ലാതെ ആർക്കും നമ്മൾ ബ്ലൈൻഡ്ലി നമ്മളിങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ അടിമകളെ പോലെ കൾച്ചറിലൂടെ നമ്മൾ അങ്ങനെ ആക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ജോൺ ഫിസ്ക്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. ഇത് ഇപ്പോ അഡോണോന്റെ ആ ഒരു കോൺസെപ്റ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഫിസ്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൾച്ചർ ഇൻഡസ്ട്രീനെ കുറിച്ച്. അപ്പൊ അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഇനി എന്താ വിഷയം മനസ്സിലായില്ല? ജോൺ ഫിസ്കെ വാസ് ദി ഫൗണ്ടർ ഓഫ് ഓസ്ട്രേലിയൻ കൾച്ചർ, ആ ഒരു ഓസ്ട്രേലിയൻ ക്രിറ്റിക്കൽ സ്റ്റഡീസിന്റെ ആയിരുന്നു കേട്ടോ ജോൺ ഫിസ്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വാസ് ഓസ്ട്രേലിയൻ. അതെ, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓ, ബാക്കി ഓപ്ഷൻ ഓക്കെ, ബാക്കി ഓപ്ഷൻ കൂടി പറയാം. ഇപ്പൊ നമ്മൾ ബി നോക്കുകയാണെങ്കിൽ തമാൽ ലീസൺ ആരുടെ പറഞ്ഞോ, ഞാൻ എന്നോടല്ലേ പറഞ്ഞേരം ഈ പറഞ്ഞുകൊണ്ട് മാക്സിമം മൈക്ക് ഓൺ ആവാൻ നോക്കാം, ടൈം അത്രയും പോകും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൾച്ചറൽ റിസപ്ഷൻ സ്റ്റഡി ദ എക്സ്പോർട്ട് ഓഫ് മീനിങ് ക്രോസ് സെക്ഷണൽ റീഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തമാ ലീസൺ എനിക്ക് കാർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അവര് എത്നിക് കമ്മ്യൂണിറ്റീസ് ഇല്ലേ, അറബ്സ്, മൊറോക്കൻ, റഷ്യൻസ്, അങ്ങനെ എത്നിക് ആയിട്ടുള്ള അവരെ കുറിച്ചിട്ടുള്ള ക്രിറ്റിക്കൽ സ്റ്റഡീസ് നടത്തിയ ആളുകളായിരുന്നു കേട്ടോ അവരും. അത്ര ഇമ്പോർട്ടന്റ് അല്ല എത്നിക് ക്രിറ്റിക്കൽ സ്റ്റഡീസിന്റെ മെയിൻ ആളുകൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആസ് യൂഷ്വൽ വെസ്റ്റേൺ സൈഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്തത് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഈ വാസ് എ ഡച്ച് കൾച്ചറൽ സ്റ്റഡീസ് സ്കോളർ. ഓക്കെ, അദ്ദേഹം ഇമോഷണൽ റിയലിസം, ഒക്കെ നമ്മളെ ഒരു ഡ്രാമ കാണുമ്പോൾ എങ്ങനെയാണ് ആ ഓഡിയൻസ് ആയ നമ്മൾ അത് ഇമോഷണലി എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള ആളായിരുന്നു. നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, എന്നാലും അതർ ഓപ്ഷൻസ് എന്തായാലും നോക്കണം. ഓക്കെ, ഞാൻ കുറച്ച് ഡിലേ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാതും ഇങ്ങനെ ഡീപ്പായിട്ട് പറയാത്ത. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക്. എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്നിക് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു ഓപ്ഷൻ എ ആൻഡ് ബി രണ്ടുപേരും. ആൻഡ് ഓപ്ഷൻ സി ഹി വാസ് എ ഇമോഷണൽ റിയലിസം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ബോത്ത് ആർ, ഓൾ ഓഫ് ദം ആർ ക്രിറ്റിക്സ്. അതാണ് മെയിൻ തിങ്. പിന്നെ ജോൺ ഫിസ്കെ എങ്ങനെയാണ് ഹൗ ആസ് ഓഡിയൻസ് വി കൺസ്യൂം കൾച്ചർ ഓർ വി കൺസ്യൂം ദ കൾച്ചർ, വി ഷേപ്പ് ദ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പഠിച്ചിട്ടുള്ള ആളായിരുന്നു ജോൺ ഫിസ്കെ. ഹി വാസ് എഗെയിൻസ്റ്റ് വിച്ച് സ്കൂൾ? ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ജോൺ ഫിസ്കെ? ഈ തോട്ട്സ് ഒക്കെ ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞു വിച്ച് ഫേമസ്. അതെ അതെ, ഒപ്പരായിരുന്നു ടെല്ലാസ്. ഹി വാസ് എഗെയിൻസ്റ്റ്, ഹിസ് വ്യൂസ് ആർ എഗെയിൻസ്റ്റ് വിച്ച് സ്കൂൾ? ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ട്ടോ. അഡോണോ ഹൊക്കീമസിന്റെ വ്യൂവിന്, യെസ്, അഡോണോ ഹൊക്കീമസിന്റെ വ്യൂവിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു ജോൺ ഫിസ്കയുടെ. അതെ അതെ അതെ, വെരി ഗുഡ് അഷ്ഫാഖ്. അപ്പൊ ഓപ്ഷൻ ഡി എന്നാണ് നമ്മൾ ആൻസർ. കൾച്ചറൽ സ്റ്റഡീസിന്റെ പയനേഴ്സ് ആയിരുന്നു കേട്ടോ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ അഡോണോ ഹുക്കീമർ ഒക്കെ, കൾച്ചർ ഇൻഡസ്ട്രി ഒക്കെ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, ബർമിംഗം ഉണ്ട്, ഫ്രാങ്ക്ഫർട്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് സ്പീഡ് ആക്കട്ടോ ഇനി. Fiona Tolan in Feminism says that if there is a single identifier theme running through every feminist debate, it is a question of, if there is a single identifiable theme run ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ഏതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എല്ലാത്തിലും ഒരു സിംഗിൾ ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ഒരു കാര്യം റൺ ചെയ്യുന്നുണ്ട് എല്ലാ ഫെമിനിസ്റ്റ് ഡിബേറ്റിലും. അതെന്താണ്? എല്ലാവരും ഓപ്ഷൻ ബി. വാട്ട് ഈസ് എസെൻഷ്യലിസം? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. എന്താണ് എസെൻഷ്യലിസം കൂടി പറഞ്ഞാട്ടെ. വാട്ട് ഈസ് എസെൻഷ്യലിസം? യു ഓൾ നോ ദാറ്റ്. ഫിലോസഫിക്കൽ ഡിബേറ്റ് എന്നും മെൻ ആൻഡ് വിമൻ എന്നുള്ള ആ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിബേറ്റിലും ഈ വിമൻ എന്നുള്ള ആ ഒരു വ്യക്തിക്കാണെങ്കിലും മെൻ ആണെങ്കിലും അവർക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടോ, ആ ഒരു ജെൻഡർ റോൾ അങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എസെൻഷ്യലിസം എന്ന് പറയാം. ഇന്നേറ്റ് ആയിട്ട് ഒരു കാര്യത്തിന് കാണിക്കാം. ഞാൻ ഒരുമിച്ച് ആൻസർ തരുമ്പോ കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ആൻഡ് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു അതിനാണ് നമ്മൾ എസെൻഷ്യലിസം എന്ന് പറഞ്ഞ ആ ഒരു ഫിനോമിനാണ് എസെൻഷ്യലിസം നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോ കൾച്ചർ ആണോ നമ്മളെ എങ്ങനെ ഷേപ്പ് ചെയ്തത്. വിമൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഹോം മേക്കർ ആണ്, നമ്മൾ അത്രയും അങ്ങനത്തെ ആളുകളാണ് എന്നുള്ള ആ ഒരു തോട്ട് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണോ? അതെ, ഇന്നേറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണോ അത് നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്ഷനിലൂടെ ഉണ്ടാവുന്നതാണോ എന്ന് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായത് ഫിയോണ ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇന്നും നമുക്ക് ഡിബേറ്റിൽ ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അത് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എക്കോ ഫെമിനിസം എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പറേഷൻ ഓഫ് നേച്ചർ വിത്ത് ഓപ്പറേഷൻ ഓഫ് വുമൻ, അങ്ങനെ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം കേട്ടോ. അതിനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഫെമിനിസം ആണ്. അടുത്ത റാഡിക്കൽ ഫെമിനിസം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സീക്സ് ടു അബോളിഷ് പെട്രിയാർക്കി ബൈ ചാലഞ്ചിങ് എക്സിസ്റ്റിംഗ് റോൾസ്. ഒന്നുകൂടെ ചലഞ്ച് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫിനോമിനൻ ആണ് റാഡിക്കൽ ഫെമിനിസം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഗൈനോക്രിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ആരാണ് കോയിൻ ചെയ്തത്? ഹു കോയിൻഡ് ഗൈനോക്രിറ്റിസിസം? അവിടെ മൈക്ക് നല്ലോണം ഓൺ ആവുന്നുണ്ട് കേട്ടോ. പ്ലീസ് ലുക്ക് ഇൻ ടു. അതെ, ഷോവാൾട്ടർ ആണ് ഗൈനോക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ബുക്കിലായിരുന്നു അറിയോ? ആർക്കെങ്കിലും റീകോൾ ചെയ്യാൻ പറ്റുമോ? ഏത് ബുക്കിലായിരുന്നു? ലെറ്റ്സ് കണക്ട് ആൻഡ് ലേൺ. ഏത് ബുക്കിലായിരുന്നു? കോയിൻഡ് ഇൻ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്നുള്ള ഒരു ബുക്കിലായിരുന്നു എലൻ ഷോവാൾട്ടർ ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1977 അതിലാണ് കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ലിറ്ററേച്ചർ ദെയർ ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, എസെൻഷ്യലിസം. ഓക്കെ, ഇത് നോക്കിയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫേസസ് ഓഫ് മോഡേൺ ലിറ്റററി ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു എലൈൻ ഷോവാൾട്ടർ വുമൺ റൈറ്റേഴ്സ് ഇമിറ്റേറ്റഡ് ദ ഡോമിനന്റ് മെയിൽ ട്രഡീഷൻ? ഈസി അല്ലേ? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നു? കൊളോണിയൽ ഫെമിനിസം ഫേസ് ആണോ, ഫെമിനിസ്റ്റ് ആണോ, ഫീമെയിൽ ആണോ, ഫെമിനിൻ ആണോ? യെസ്, ഓപ്ഷൻ ഡി, ഫെമിനിൻ. ആ ഒരു ഫേസ് ഏകദേശം ഏത് ടൈമിലായിരുന്നു എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? 3 ഫേസസേ ഉള്ളൂ. ഫെമിനിൻ ഫേസ് ഏതിലാന്ന് പറയാൻ പറ്റുമോ? ക്യാൻ യു ടെൽ? ആദ്യം വന്നത് ഫെമിനിൻ ആണ്, പിന്നെ ഫെമിനിസ്റ്റ് വന്നു, പിന്നെ ഫീമെയിൽ ഫേസ് വന്നു. ഫെമിനിൻ ഫേസ് ഏകദേശം അതെ 1840 to 1880 എന്നൊക്കെ പറയാം. പിന്നെ ഫെമിനിസ്റ്റ് ഒരു 1880 to 1920. പിന്നെ ഫീമെയിൽ ഫേസ് 1920 to പ്രസന്റ്. ഓക്കെ, അപ്പൊ ഫെമിനിൻ ഫേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മളെ ജോർജ് എലിയറ്റ് ആണെങ്കിലും നമ്മുടെ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും അവരൊക്കെ മെയിൽ സ്യൂഡോനിം ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അന്നൊന്നും പ്രിന്റിംഗ് പ്രസ്സോ അതേപോലെ പബ്ലിക്കേഷനൊന്നും ഫീമെയിൽ ആണെങ്കിൽ ഒരിക്കലും അവരെ വർക്ക് എടുക്കാൻ നല്ലോണം മടിച്ചിരുന്ന് എടുത്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവര് മെയിലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആയിരുന്നു ഈ ഒരു ഫെമിനിൻ ഫേസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് ഫേസ് ആയപ്പോ അതിൽ നിന്ന് കാണിക്കാം. ഫെമിനിസ്റ്റ് ഫേസ് ആയപ്പോ അതിൽ നിന്ന് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇൻഇക്വാലിറ്റി ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് അടുത്ത് ഫീമെയിൽ ഫേസിലേക്ക് വന്നപ്പോ നമുക്ക് പ്രസന്റ് ടൈമിലെ പോലെ തന്നെ ഒന്നുകൂടെ സെൽഫ് ഡിസ്കവറി വന്നു, ഒരു ഓട്ടോണോമി വന്നു, മെയിൽ ആയിട്ടുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ആ ഒരു 3 ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഫെമിനിസം. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടൈം ലൈൻ ഒന്ന്
ജസ്റ്റ് ഒന്ന് നോക്കി വെക്കോട്ടെ ഏകദേശം എപ്പോഴാണ് ഈ ടൈം ലൈൻ എന്നൊക്കെ. ഇവിടെ 1840, പിന്നെ 1580 സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് അതർ 1920 ടു പ്രസന്റ്, അങ്ങനെ ഓർത്ത് വെക്കാം. ആൻഡ് നമുക്കറിയാം വിർജീനിയ വൂൾഫിന്റെ റൂം ഓഫ് കോൺസോണിൽ നമുക്ക് ഈ ഫിനാൻഷ്യലും സൈക്കോളജിക്കൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ വിമൺ അവെയർ ആവുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ ഈ ഒരു ലാസ്റ്റ് പേജിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നിങ്ങൾ ആൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൂടെ എന്താ പറയുന്നത്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു ദ MLA ഹാൻഡ് ബുക്ക് 9th എഡിഷൻ ആണ്. ഏതായിരിക്കും? ഓപ്ഷൻ എ, ബി, സി. ഇതിൽ ഏതാണ് 9th എഡിഷൻ MLA ഫോർമാറ്റിൽ ഏറ്റവും ഓക്കെ ആയിട്ട് തോന്നുന്നത്? ഏറ്റവും ട്രൂ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണോ? ഓക്കെ, എല്ലാവരും ബി പറയുന്നുണ്ട്. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. എന്താണ് ഇതൊക്കെ തെറ്റി എന്ന് പറയാൻ പറ്റുമോ? ഓപ്ഷൻ എ എന്താണ് തെറ്റിയ കാരണം? ഇതിൽ എന്താണ് തെറ്റുള്ളത് ഓപ്ഷൻ എയില്? എന്താണ് വൈ ഇറ്റ് ഈസ് റോങ് എന്ന് കൂടെ എപ്പോഴും അനലൈസ് ചെയ്യാട്ടോ. എന്താണ് ട്രൂ എന്ന് മാത്രം. അതെ, 3 നെയിംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നെയിം മാത്രം കൊടുത്ത് ഇങ്ങനെ ഇൻവേർട്ട് ആയിട്ട് ഇട്ടിട്ട് പിന്നെ ഇറ്റ് എൽ എന്ന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ഇതിൽ ആൻഡ് ദാസ് ഗുപ്ത എന്ന് കൊടുത്തതിന്റെ ശേഷം ഇട്ട് എൽ എന്ന് കിട്ടിയത് റോങ് ആണ്. പിന്നെ സി നോക്കുമ്പോൾ എന്തായാലും ഇത് എല്ലാവരും പേരും കൊടുത്തിട്ടുണ്ട്, അതിനും നമുക്ക് അവിടെ സ്പേസ് ഇല്ലാത്ത സാഹചര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഓപ്ഷൻ ഡിയിലും ആൻഡ് അതേഴ്സ് കൊടുക്കാൻ പാടില്ല, ഇറ്റ് എൽ എന്ന് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇതിന്റെ ശേഷമുള്ള ഈ ഡോട്ട് ഇല്ലേ, ഇറ്റ് എൽ എന്ന് കഴിഞ്ഞ ശേഷമുള്ള ഈ ഡോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ഉണ്ടാവും നോക്കുക. ചിലപ്പോ അതെ, ഇത് ALI എന്നുള്ള ആ ഒരു ഇതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇറ്റ് എൽ, ദാറ്റ് ഇസ് എ ഗ്രീക്ക് അബ്രീവിയേഷൻ. സോ ഗ്രീക്ക് ഓർ റോമൻ, എനിവേ ദാറ്റ് ഇസ് എ അബ്രീവിയേഷൻ. അപ്പൊ ഈ ഒരു ഡോട്ട് ഇതേപോലെ കോമ എല്ലാം നോക്കുക. ഇതിന് ശേഷം കോമ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് കോമാസ് ആൻഡ് ഡോട്ട്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോ MLA 9th എഡിഷനിൽ 3 or more ഓതേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പേര് ഇൻവേർട്ട് ആക്കി ഇട്ടിട്ട് ഫസ്റ്റ് സെക്കൻഡ് നെയിം കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക, എന്ന് കൊടുക്കുക, കോമ ഇട്ടിട്ട്. മനസ്സിലായില്ലേ? പിന്നെ MLA ഫോർമാറ്റും APA ഫോർമാറ്റും മാറിപ്പോവാതിരിക്കാൻ നോക്കുക. നെക്സ്റ്റ്, ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ ഇതുവരെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ആൾറെഡി പ്രിപ്പയർ ആയി വെച്ചാൽ ഡീപ്പായിട്ട് പോവാത്ത. ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, 27. According to Freud's example in his interpretation of dreams, the psychoanalytic critic tends to associate symbols with the images. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? നോട്ട് എന്നുള്ളതൊക്കെ എപ്പോഴും നോക്കുക കേട്ടോ. നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? പോണ്ട് ഫീമെയിൽ ഓർ യോണിക് സിമ്പിൾസ്, ഫ്ലവേഴ്സ് ഫീമെയിൽ ഓർ യോണിക് സിമ്പിൾ. സി ആണോ? ടവേഴ്സ് സിമ്പിൾസ് ഓഫ് സെക്ഷൽ പ്ലഷർ, പിന്നെ ലാൻസസ് ആർ മെയിൽ ഓർ ഫാലിക് സിമ്പിൾസ്. ഇത് കറക്റ്റ് ആണല്ലേ? പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ, വാട്ടർ ബോഡീസ് ഒക്കെ. ഡ്രീംസിൽ ഹോളോ ആയിട്ടുള്ള സ്പേസസ്, വാട്ടർ ബോഡി, പോണ്ട്, അതൊക്കെ ഫീമെയിൽ സിമ്പിൾസ് ആയിട്ടാണ്. വൂമ്പൊക്കെ അല്ലേ, നമ്മുടെ വൂമ്പിനൊക്കെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഫീമെയിൽ അനാറ്റമിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഫ്ലൂയിഡ്. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ പറഞ്ഞാല് ബ്ലൂമിങ് ആൻഡ് ഫ്ലവേഴ്സ്, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്ഷൽ സിമ്പിൾ ആയിട്ട് യൂത്ത്, വിർജിനിറ്റി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടവേഴ്സ് ഒക്കെ സെക്ഷൽ സിമ്പിൾ ഇൻ മെയിൽ അങ്ങനെയാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ സെക്ഷൽ പ്ലഷർ അല്ല, ആ ഒരു ഫാലിക് ആയിട്ടുള്ള സിമ്പിൾസിലാണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇതിലാണ് ഇത് വരിക കേട്ടോ. ഓപ്ഷൻ ഡിയിലാണ് ഇത് ശരിക്കും വരേണ്ടത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തത് തെറ്റാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ല? ഫാക്ച്വൽ ആണ്, എൻറ്റയർലി ഫാക്ച്വൽ ആണ്. ഇപ്പോ സൈക്കോ അനാലിറ്റിക് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വരുന്ന നെയിംസ് ഏതാണ്? അപ്പാർട്ട് ഫ്രം ഫ്രൂഡ് ഏതൊക്കെ നെയിംസ് ആയിരിക്കും പിന്നെ വരിക? ഇതിന്റെ ആൻസർ ഈ സി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഏതൊക്കെയാണ് അടുത്ത നെയിംസ് വരുന്നത്? നിങ്ങൾ മനസ്സിലേക്ക് ഏതൊക്കെ നെയിംസ് ആണ് വരുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഫ്രൂഡ് വരും. പിന്നെ
ലക്കാൻ വരും. യെസ്. കാൽജംഗ് വരും. ആർക്കിടൈപ്പ് അൺകോൺഷ്യസ് ആർക്കിടൈപ്പ് ഒക്കെ ആരുടെ ആയിരുന്നു? കളക്റ്റീവ് അൺകോൺഷ്യസ് ആൻഡ് ആർക്കിടൈപ്പ് ഒക്കെ ആരുടെ ആയിരുന്നു? യെസ്, വെരി ഗുഡ്. കാൽജംഗിന്റെ ആയിരുന്നു അല്ലെ. പിന്നെ നമ്മുടെ മിറർ സ്റ്റേജ്, ഇമാജിനറി ആൻഡ് റിയൽ ഓർഡേഴ്സ്, അതൊക്കെ ആരുടെ ആയിരുന്നു? അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലക്കാൻ. യെസ്, വെരി ഗുഡ്. അപ്പോ അതൊക്കെ നോക്കി വെക്കുക. ഓൾവേസ് കണക്ട് ആണല്ലോ. അതാണ് ഞാൻ ഇപ്പോഴും കണക്ട് ആയിട്ട് മാക്സിമം റിക്കാൾ ചെയ്യാൻ ട്രൈ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്നൊക്കെ. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ എ ട്രൂ ആണ്, ബി ട്രൂ ആണ്. ആൻഡ് ശരിക്ക് ഈ ഒരു ഫാലിക് സിമ്പിൾസിൽ വരുന്നതാണ് ഈ ടവേഴ്സും, അല്ലാതെ സെക്ഷൽ പ്ലഷർ എന്നുള്ള ആ ഒരു സംഭവം അതിലില്ല. അതുകൊണ്ടാണ് തെറ്റായി പോയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 28. ഇതെന്താണ്? ക്രോണോളജിയാണ്. ഇൻ ടേംസ് ഓഫ് സിലബിൾസ് ഇൻ എ പെർട്ടിക്കുലർ വേർഡ്. സിലബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, എങ്ങനെയാണ് സിലബിൾസിന്റെ ഒരു കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇപ്പൊ ആ ഒരു ഓപ്ഷൻ എ ഡെമോൺസ്ട്രേറ്റ് ആണ്. നമുക്ക് ഇതിൽ എത്ര സിലബിൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കൈ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ആ ഒരു വേർഡ് ഇങ്ങനെ സ്ലോലി പറഞ്ഞു നോക്കാം. ഡെമോൺസ്ട്രേറ്റ്. അപ്പൊ എന്തായി? 3 പ്രാവശ്യം നമ്മുടെ ഈ ഒരു ജോ ഇവിടെ താഴത്തേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ 3 സിലബിൾസ്. ഇങ്ങനെ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനി ഗേൾ നോക്കാം. ഗേൾ. അപ്പൊ അതിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഒരു ജോലെ നമ്മൾ താഴത്തേക്ക് വന്നിട്ടുള്ളൂ, ഈ ഒരു ചിഹ്നം. മനസ്സിലായോ? അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഓറഞ്ച് നോക്കാം. ഓറഞ്ച്. അപ്പൊ 2 പ്രാവശ്യം വന്നു. അപ്പൊ അതിൽ 2 സിലബിൾ. മനസ്സിലായില്ലേ? പിന്നെ അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അഗ്രികൾച്ചർ 4 പ്രാവശ്യം വന്നു. അപ്പൊ അതിൽ 4 സിലബിൾസ്. മനസ്സിലായോ? ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഇനി ടൈം ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രിക്ക് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ നമ്മൾ ഇനി ട്രൈ ചെയ്ത് റിലേറ്റിവിറ്റി നോക്കൂ. റിലേറ്റിവിറ്റി 5 പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? യെസ്, ബി ആണ് ആൻസർ അല്ലേ? അല്ലേ? ബി എന്നല്ലേ? ആർക്കാ ഡൗട്ട്? ഈ ഗേളിനകത്ത് പറഞ്ഞ ഒറ്റ സിലബിളേ ഉള്ളൂ ഗേളില്. അപ്പൊ അത് അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് അതെ എടുക്കാനുള്ളത്. പിന്നെ ഓറഞ്ചിൽ ആകെ 2 സിലബിളേ ഉള്ളൂ. അപ്പൊ അത് രണ്ടാമത് വന്നു. പിന്നെ ഡെമോൺസ്ട്രേറ്റ് റിലേറ്റിവിറ്റി പിന്നെ ഡെമോൺസ്ട്രേറ്റ് ആണ്, അതിൽ 3 സിലബിൾ ഉണ്ട്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റിവിറ്റി. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. Angela McRobbie in an influential essay first published in 1978 argues that ഞാൻ ഷോർട്ട് ആയിട്ട് പറയാം, ജാക്കി എന്നുള്ള ആ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ടീനേജ് ഗേൾസ് നോവലില് നമ്മളെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ടീനേജ് ഫെമിനിറ്റി എന്നുള്ള ആ ഒരു തീമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ആഞ്ചല മെക്രോബി. അതിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? 4 സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീനേജ് ഫെമിനിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതായിരിക്കും? കോഡ് ഓഫ് സിനിമ, കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ് ആണോ, കോഡ് ഓഫ് ഫാഷൻ ആണോ, ബ്യൂട്ടി ആൻഡ് പോപ്പ് മ്യൂസിക്? ഏതായിരിക്കും? ജസ്റ്റ് ട്രൈ. ആരും ആൻസർ പറയാത്ത? സി ആണോ? കോഡ് ഓഫ് റൊമാൻസ്, പിന്നെ പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്. ഓക്കെ, എന്തായിരിക്കും കോഡ് ഓഫ് റൊമാൻസ്, ഡൊമസ്റ്റിക് ലൈഫ്, അതേപോലെ അതൊക്കെ ആവാൻ കാരണം എന്തായിരിക്കും? ഫാഷൻ ആൻഡ് ബ്യൂട്ടി, പോപ്പ് മ്യൂസിക് ഒക്കെ? അതെ, ഒരിക്കലും ഇല്ല അല്ലെ? 1970s എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ അത് കുറവായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ ഒരു ടൈം ലൈന് കൂടെ നോക്കണം കേട്ടോ. ഇപ്പോ
ഒരു മാഗസിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടും അത് ടീനേജ് മാഗസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക അതിൽ കൂടുതലായിട്ടും എന്തായിരിക്കും ഈ ഒരു ടീനേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ കോഡ് ഓഫ് റൊമാൻസ് പറയുമ്പോൾ അന്നൊക്കെ ഒരു ഗേളിന്റെ അൾട്ടിമേറ്റ് ഗോള് അല്ലെങ്കിൽ ഒരു മെയിൻ ഫെമിനിറ്റിയുടെ സോഴ്സിന്റെ അർത്ഥം ടു കീപ്പ് എ ബോയ്, അങ്ങനെ ഒരു തോട്ടായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാച്ചുറൽ ആയിട്ടും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡൊമസ്റ്റിക് ലൈഫ്, അന്നൊക്കെ കൂടുതൽ ഡൊമസ്റ്റിക് സ്കില്ല്, പ്രൈവറ്റ് ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കിയിട്ട് കൊണ്ടു നടന്നാല് എന്താണ് ഒന്നുകൂടെ ഫെമിനിൻ അല്ലെ, അങ്ങനെയായിരുന്നു. പബ്ലിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ ആംബിഷൻസ് ഒക്കെ ഉള്ള ആളുകൾ ഒന്നുകൂടെ ഒരു മെയിൽ ഫിഗർ ആയിട്ട് മാറിപ്പോവും, അല്ലെങ്കിൽ ഒന്നുകൂടെ മാസ്കുലിൻ ആവും എന്നൊക്കെയുള്ള ഒരു തോട്ടായിരുന്നു അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഓഫ്കോഴ്സ് ഇങ്ങനത്തെ ടീനേജേഴ്സിനൊക്കെ എന്തായാലും നമ്മൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെ ഒരു കൾച്ചറിൽ. പിന്നെ പോപ്പ് മ്യൂസിക്, അന്നത്തെ അത്രയും പോപ്പ് ഐഡൽസിനെയൊക്കെ കണ്ണും പൂട്ടി ആരാധിച്ചിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അതും അവര് ആ ഒരു മാഗസീനിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഒരു കൾച്ചറിന് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു സ്കൂൾ കൂടെ നമ്മളെ മനസ്സിലേക്ക് വരും ആ ഒരു ടൈമിലെ. ബർമിംഗം സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, CCC. ആരായിരുന്നു ഇതിന്റെ ഫൗണ്ടർ? ബർമിംഗം സെന്ററിന്റെ ഫൗണ്ടർ ആരായിരുന്നു? റിക്കോൾ ചെയ്യൂ മാക്സിമം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് CCC? എന്താരും പറയാത്ത? റിട്ടൻഷൻ വേണ്ടേ, വേഗം പറയൂ. ആരായിരുന്നു? Who founded Birmingham Center for Contemporary Studies? ഹൊക്കീമർ വാസ്, അതെ, സ്റ്റുവാർട്ട് ഹാൾ ലേറ്റർ ആയിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൊഗാർട്ട് ആയിരുന്നു, അതെ, ഹൊഗാർട്ട് ആൻഡ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ആണ് കേട്ടോ ഹൊക്കീമർ ആൻഡ് അഡോണോ. അതെ, ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൊഗാർട്ട് ആണ്. പിന്നെ ലേറ്റർ അത് ലീഡ് ചെയ്തിട്ടുള്ള ആളായിരുന്നു സ്റ്റുവാർട്ട് ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് അപ്പൊ അതില് നമുക്കറിയാം ആ ഒരു അവര് പഠിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് മാസ് കൾച്ചർ, സബ് കൾച്ചർ, ഐഡിയോളജി ഒക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നത് എന്നായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു CCCസിൽ കൂടുതൽ മെയിൽ സബ് കൾച്ചർ ആയിരുന്നു കേട്ടോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ആഞ്ചല മെക്രോബി ആയിരുന്നു ഈ ഫീമെയിൽ കൾച്ചറൊക്കെ, അതെ, ഫീമെയിൽ കൾച്ചറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ മെക്രോബി ആയിരുന്നു. അന്ന് അത്രയും അവർ ഗേൾസിന്റെ സ്റ്റഡീസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്നാണ് മെക്രോബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ 4 കോഡ്സ് എന്താണ്? റൊമാൻസ്, ഡൊമസ്റ്റിക് ലൈഫ്, പാഷൻ ആൻഡ് ബ്യൂട്ടി, പോപ്പ് മ്യൂസിക്. ഈ 4 സബ് കോഡും മറക്കരുത് കേട്ടോ. റൊമാൻസ്, പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, പാഷൻ ആൻഡ് ബ്യൂട്ടി, പോപ്പ് മ്യൂസിക്. ഇത് 4 ആയിരുന്നു അന്നത്തെ ടീനേജേഴ്സിനെ അവര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗസീനിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ഡസൻ or more distinct languages and literatures flourish today on the Indian literacy, and most of these are distributed on a broadly regional basis. And the reason ആയിട്ട് കൊടുത്തിട്ടുള്ളത് Aryans brought Sanskrit to India, Muslims led to the rise of Urdu, and composite culture, British rule made Indo-Anglian literature possible. ഏതായിരിക്കും ഇത്? ട്രൂ ആണോ? ആദ്യം നമുക്ക് ഇത് ട്രൂ ആണോ നോക്കണം. ഇത് ട്രൂ ആണോ? A dozen or more distinct languages and literature flourish today. Yes, അത് ട്രൂ ആണല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഓരോ ഇന്ത്യ ഒന്നുകൂടെ റീജിയണലി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ കാരണം, ഡൈവേഴ്സിറ്റി വരാൻ കാരണം ഇതന്നെ ആയിരിക്കും. ഓക്കെ, ആ ഒരു ടൈമിൽ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഇന്ത്യയിൽ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് എന്നറിയോ? കറന്റ് എത്ര മേജർ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് ഇന്ത്യയില്? 22. യെസ്, വെരി ഗുഡ്. 22 മേജർ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ്. ആര്യൻസ് സംസ്കൃത് കൊണ്ടുവന്നു, മുസ്ലിംസ് ഉറുദു കൊണ്ടുവന്നു. അത് ട്രൂ ആണോ? അത് ട്രൂ ആണോ? ട്രൂ ഓർ യെസ്?
യെസ് വെരി ഗുഡ്. ആൻഡ് മുസ്ലിംസ് പേർഷ്യൻ, അറബിക്, ലോക്കൽ പ്രാക്രിറ്റ് എന്നുള്ള ആ ഒരു ലാംഗ്വേജസ് ഒക്കെ കൊടുന്നു കേട്ടോ. പിന്നെ ബ്രിട്ടീഷ് റൂൾ ആണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. നമുക്ക് മക്കാലേഴ്സ് മിനിറ്റ്സ് ഒക്കെ അറിയാം 1835 അതൊക്കെ ഇങ്ങനെ വെസ്റ്റേൺ കൾച്ചർ ഒക്കെ പിന്നെ ബ്രിട്ടീഷ് റൂള് വന്നോടെ വന്നു. പിന്നെ നമ്മുടെ ഡെറോസിയോ, തോരൂദത്തൊക്കെ അതൊന്നുകൂടെ പോപ്പുലറൈസ് ചെയ്തു. സോ ദിസ് ഇസ് ട്രൂ ആൻഡ് ദി അതർ ഈസ് ട്രൂ as വെൽ. അപ്പോൾ എന്തായാലും രണ്ടും മാച്ചിങ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ 3 ലാംഗ്വേജ് ഫോമിലൊക്കെ കേട്ടിട്ടില്ലേ ട്രാൻസ്ലേഷൻ സ്റ്റഡീസില്? അതേപോലെ തന്നെ ശ്രീനിവാസ് അയ്യങ്കാറിന്റെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സോഴ്സ് ആയിട്ടുള്ള എന്തൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ഇത്രയും ഫ്ലറിഷ് ആവാൻ കാരണം, ഇത്രയും ഡൈവേഴ്സ് ആവാൻ കാരണം എന്താണ് ഇന്ത്യയിലെ കൾച്ചർ എന്നൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഐ തിങ്ക് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബൈ ശ്രീനിവാസ് അയ്യങ്കാർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മാത്സ് ദ ഫോളോയിങ്ങിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജസ് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അസേർഷനിൽ കൊടുക്കും. പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജസ് റീപ്ലേസ് ചെയ്തിട്ടില്ല. ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് റോങ്. ഓക്കെ, ഒരിക്കലും റീപ്ലേസ് ചെയ്തിട്ടില്ല. അവർ ജസ്റ്റ് അതിന്റെ കൂടെ വളർന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ ക്വസ്റ്റ്യനും ആൻസറും കാണുന്നുണ്ട് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഓഫ് ചാൾസ് ഡിക്കൻസ് the city of London is shown shrouded in the fog in the opening chapter? ഇത് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ശരിക്ക് അറിയുന്നില്ലെങ്കിൽ ഏതായിരുന്നു ഓപ്ഷൻ? യെസ്, ബ്ലീക്ക് ഹൗസ്. എന്തായിരുന്നു ബ്ലീക്ക് ഹൗസിലെ ഒരു മേജർ തീം? ഒറ്റ വേർഡിൽ തന്നെ നമുക്ക് പറയാം. എന്തായിരുന്നു മേജർ തീം ഇൻ ബ്ലീക്ക് ഹൗസ്? ക്യാൻ എനിബഡി ടെൽ? ബ്ലീക്ക് ഹൗസ് എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, എഗെയിൻസ്റ്റ് ദി ഹോൾ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ലണ്ടൻ. ആ ടൈമിലെ ആ ഒരു വിക്ടോറിയൻ ഏജിലെ ഹോൾ ജുഡീഷ്യറി സിസ്റ്റത്തെ തന്നെ മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് ആയിരുന്നു അല്ലേ അത്? അപ്പോ ഇപ്പൊ ബ്ലീക്ക് ഹൗസ് ആണ് ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഓക്കെ, ആൻഡ് അതെ അടുത്തത്. അപ്പൊ ഒലിവർ ട്വിസ്റ്റിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൈൻ എന്തായിരുന്നു? ഒലിവർ ട്വിസ്റ്റ് ഇങ്ങനത്തെ ഓരോ ലൈൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. അതേപോലെ ഇപ്പൊ ബ്ലീക്ക് ഹൗസിലെ തന്നത് എമംഗ് അതർ പബ്ലിക് ബിൽഡിംഗ്സ് ഇൻ എ സെർട്ടൈൻ ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ ഒലിവർ ട്വിസ്റ്റ്. ഈ ചാൾസ് ഡിക്കൻസ് എങ്ങനെയാന്ന് വെച്ചാല് സാധാരണ എല്ലാവരും സ്വന്തം സിറ്റിനെ കുറിച്ച് നന്നാക്കി പൊക്കി പറഞ്ഞ് ഇങ്ങനെ എഴുതുമ്പോൾ ചാൾസ് ഡിക്കൻസ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വർക്കിൽ. ബ്ലീക്ക് ഹൗസ് ആണെങ്കിലും ഒലിവർ ട്വിസ്റ്റ് ആണെങ്കിലും എ ടെയിൽ ഓഫ് ടു സിറ്റീസ് നമുക്കറിയാം. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേർസ്റ്റ് ഓഫ് ടൈംസ്. അങ്ങനെയായിരുന്നു ടെയിൽ ഓഫ് ടു സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലും ലണ്ടനും പാരീസിനെ കുറിച്ചാണ് എഴുതുന്നത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡിക്കൻസിന്റെ വർക്ക്സിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. വല്ലാതെ പൊക്കി അടിച്ച് എഴുതുന്ന സംഭവം ഡിക്കൻസിന് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ബ്ലീക്ക് ഹൗസ് ആണ് കേട്ടോ. ആൻഡ് ഡേവിഡ് കോപ്പർഫീൽഡ് നമുക്കറിയാം. ഇറ്റ് വാസ് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ത് വർക്കായിരുന്നു? യെസ്, ഓൺലി ഫീമെയിൽ നറേറ്റർ. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ത് വർക്കായിരുന്നു? കമോൺ, ഇങ്ങനത്തെ വർക്ക്സിന് എന്താ പറയാ? യെസ്, ബിൽഡിംഗ്സ് റോമൻ എന്നാണ് ഇങ്ങനത്തെ വർക്ക്സിന് പറയാം. അപ്പൊ കോർട്ട് ഓഫ് ചാൻസറി ഇതിന്റെ ആൻസർ ബ്ലീക്ക് ഹൗസ് ആണ്. യെസ്, കമ്മിങ് ഓഫ് എൻ ഏജ് എന്ന് പറയൂ കേട്ടോ. ഇങ്ങനെ ചെറുപ്പത്തിൽ തൊട്ട് വലുതാവുന്ന ഒരാളുടെ ലൈഫ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കൈൻഡ് ഓഫ് ടെക്സ്റ്റ്. ഓക്കെ, ഇതിന്റെ ആൻസർ ബ്ലീക്ക് ഹൗസ് ആണ്. ഇത് കോർട്ട് ഓഫ് ചാൻസറി ജാരിൻഡൈസ് ആൻഡ് ജാരിൻഡൈസ് എന്നുള്ള ഒരു കേസിന്റെ ഒരു കാര്യമായിരുന്നു. കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അന്നത്തെ വിക്ടോറിയൻ ലണ്ടനിൽ എന്തൊക്കെയായിരുന്നു ഒരു കേസ് ഉണ്ടായാൽ ആ ഒരു കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളും പോകുന്ന അത്രയും നമ്മള്
അത്രയും നമ്മൾ പോകേണ്ടി വരും ആ ഒരു കേസിന്റെ പിന്നാലെ എന്നായിരുന്നു നമ്മുടെ ഡിക്കൻസ് ഈ ഒരു ടെക്സ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറെയൊക്കെ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി കൂടെയാണ് കേട്ടോ. ഓക്കെ, എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഹിസ്റ്ററി നോവൽ ഏതായിരുന്നു? എന്ത് ഹിസ്റ്ററി നോവൽ എന്ന് കൂടെ പറയോ? ക്ലിയർ ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ കോപ്പർഫീൽഡിന്റെ വെദർ ഐ ഷാൾ ടേൺ ഔട്ട് ടു ബി ദ ഹീറോ ഓഫ് മൈ ഓൺ ലൈഫ്, ഈ ഒരു ലൈൻ അതാ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതും PYQസിൽ യൂഷ്വലി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡിക്കൻസിന്റെ എല്ലാ വർക്ക്സും നോക്കാം. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതില് ഏതാണ് ഫസ്റ്റ് വരിക? ഇതിപ്പോ ഒരു ക്രോണോളജി ആണെങ്കിൽ ഏതാ ഫസ്റ്റ് വരിക? ഏതായിരുന്നു ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ 4 വർക്ക്സിലും? യെസ്, വെരി ഗുഡ്. ഒലിവർ ട്വിസ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് വരിക. പിന്നെ ഏതാണ്? ഒലിവർ ട്വിസ്റ്റ്. പിന്നെ കോപ്പർഫീൽഡോ? കോപ്പർഫീൽഡ് ആണ് കേട്ടോ. പിന്നെ ആദ്യം ഒലിവർ ട്വിസ്റ്റ്, പിന്നെ കോപ്പർഫീൽഡ്. ഓക്കെ, കോപ്പർഫീൽഡ്, പിന്നെ ബ്ലീക്ക് ഹൗസ്, പിന്നാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ് വരുന്നത്. ലാസ്റ്റ് ആണ് കേട്ടോ ടെയിൽ ഓഫ് ടു സിറ്റീസ് വരുന്നത് 1859 ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഡിക്കൻസിന്റെ ക്രോണോളജി എല്ലാം നല്ല ഇമ്പോർട്ടന്റ് ആണ് വർക്ക്സിന്റെ. അതേപോലെ ഫസ്റ്റ് ലൈനും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേറ്റ് ആക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ ആരോ ചോദിച്ചിരുന്നു, ഞാൻ കണ്ടില്ല. അത് ബാക്കി ഞാൻ കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടോ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഏതായിരിക്കും വരാം? ബേക്കൺ ഏതായിരിക്കും? ഇതിലൊരു വേർഡ് കാണുമ്പോൾ തന്നെ ബേക്കൺ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടതാണ്. ഈ ഒരു ലിസ്റ്റ് 2 ബേക്കൺ എന്ന് പറയുമ്പോൾ തന്നെ മൈക്ക് ഓൺ ഉണ്ടോ ആരുടെയെങ്കിലും? ഓക്കെ, ബേക്കൺ എന്ന് പറയുമ്പോൾ ഹി വാസ് എ ഫേമസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവൽ, ഫസ്റ്റ് അറ്റംപ്റ്റ്. ബ്ലീക്ക് ഹൗസോ? അത് ഫുള്ളായിട്ടൊന്ന് വിടാണെങ്കിൽ ബെറ്റർ ആയിരുന്നു കേട്ടോ. ഷാന എന്നാണോ പേര്? ഷാൻ, എനിക്ക് മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, എസ്സേയിസ്റ്റ്. അതെ, നമുക്ക് ഈ ഫ്രാൻസിസ് ബേക്കൺ എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് വരാം എസ്സേ ആണ് അല്ലെ? അപ്പോ എൻ എസ്സേ ഓൺ ഡെത്ത് ബേക്കൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആൻസർ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ 3 3 ഉണ്ട്. അടുത്തത് തോമസ് ഫുള്ളർ ആരായിരിക്കും? കുറച്ചൊരു ഫെമിലിയർ അല്ലാത്ത നെയിം പോലെ തോന്നുന്നുണ്ടോ? അഫോറിസം സ്റ്റൈൽ. യെസ്, വെരി ഗുഡ്. അഫോറിസ്റ്റിക് ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു ബേക്കന്റെ. കുറച്ച് വേർഡ്സേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു വേർഡ്സ് നല്ല ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ആൻഡ് തോമസ് ഫുള്ളർ അത്യാവശ്യം ഈ ഒരു 4 നെയിംസിൽ ഫുള്ളറിന്റെ ആണല്ലേ കുറച്ചൊരു ഫെമിലിയർ അല്ലാത്ത നെയിം പോലെ തോന്നുന്നുണ്ടോ? യെസ്, ഓഫ് മാരേജ് ആണ് തോമസ് ഫുള്ളർ. ആൻഡ് അദ്ദേഹം 17th സെഞ്ചുറിയിൽ ഒരു ക്ലേർജിമാൻ ആണ് കേട്ടോ. ഒരു വിറ്റി ബയോഗ്രഫി ഒക്കെ ഉണ്ടാക്കുന്ന അതേപോലെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി. അത്ര ഫേമസ് അല്ല, നമുക്കറിയാം, കുറച്ച് ലെസ് ഫെമിലിയർ ആയിട്ട് തോന്നുന്ന നെയിമാണ്. സോ അദ്ദേഹം ഒരു ക്ലേർജിമാൻ കൂടിയാണ് കേട്ടോ. ആൻഡ് ഹി റോട്ട് ഓഫ് മാരേജ്. ഓക്കെ, അടുത്തത് എബ്രഹാം കോളി. നമുക്കറിയാം, ഇത് നല്ലോണം ഫെമിലിയർ ആണ്. ഏതായിരിക്കും കോളിന്റെ വർക്ക്? യെസ്, വെരി ഗുഡ്. ഓഫ് സോളിറ്റ്യൂഡ് ആണ് കേട്ടോ കോൾ ചെയ്തിട്ടുള്ളത്. ഈ പോപ്പുലറൈസ്ഡ് ഡാഷ് ഓഡ്. ആ ഡാഷ് എന്തായിരിക്കും? എബ്രഹാം കോളി പോപ്പുലറൈസ്ഡ് ദി ഡാഷ് ഓഡ്. എന്ത് ഓടാണ് അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു ഫേമസ് ഓഡ് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. പിൻഡാരി കോഡായിരുന്നു അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടുത്ത തോമസ് ബ്രൗൺ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വർക്കാണ് ഓഫ് ടോളറേഷൻ. തോമസ് ബ്രൗൺ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്ക് മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ ഇന്നലെ എനിക്കൊന്ന് മിഞ്ഞാന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോമസ് ബ്രൗണിന്റെ. ഏതായിരുന്നു വർക്ക്? ക്യാൻ എനിബഡി ടെൽ? തോമസ് ബ്രൗണിന്റെ അനാറ്റമി ഓഫ് മെലങ്കളി ഉണ്ടായിരുന്നു. അടുത്തതൊന്നുകൂടെ ഡ്രൈഡൻ റിലീജിയോ ലെയ്ച്ചി എഴുതിയപ്പോ തോമസ് ബ്രൗൺ എഴുതിയിട്ടുള്ള വർക്ക് ആയിരുന്നു റിലീജിയോ മെഡിച്ചി. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള PYQs ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിന്റെ പിന്നാലെ കുറച്ചൊക്കെ പോവാം. അതൊന്നും വേസ്റ്റ് ആവില്ല അങ്ങനത്തെ ടൈമൊന്നും. ഇത്
സോൾവ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ഇതൊക്കെ PYQ ആയിരുന്നു, റിലീജിയോ മെഡിച്ചി, റിലീജിയോ ലയിച്ചി ഒക്കെ. അങ്ങനെ നോക്കട്ടോ. അടുത്തത് അതേപോലെ ബേക്കന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയുള്ള എസ്സേസ്റ്റ് കൂടിയാണ് മൊണ്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈക്കിൾ ഡി മൊണ്ടൈന്റെ എസ്സേസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മൾ MCQ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അത്യാവശ്യം നല്ലൊരു എസ്സേയിസ്റ്റ് ആണ്. ചിലപ്പോൾ രണ്ടാളും ക്വസ്റ്റ്യനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ബേക്കൻ വരാണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇനി പറയണോ? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ഓപ്ഷന് പി ആണ് കേട്ടോ. ബേക്കൺ, എസ്സേ ഓൺ ഡെത്ത്, ഫുള്ളർ ഓഫ് മാരേജ്, കൗളി, സോളിറ്റ്യൂഡ്, പിന്നെ ടോളറേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ 33. ഇത് വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ബാട്ടിൽ ബി ഉണ്ട്, പ്രൊജക്ട് ന്യൂസ് ഉണ്ട്, വേൾഡ് കാറ്റ് ഉണ്ട്. അതിപ്പോ ഒരു ജനറൽ നോളജ് ഇല്ലേ, ചോദ്ഗംഗ ഉണ്ട്. ഈ ബാട്ടിൽ ബി എന്ന് പറയുമ്പോ ഇതൊരു ക്യാരക്ടറാണ്. ഈ ബാട്ടിൽ ബി എന്ന് പറഞ്ഞാല് നമ്മള് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു വർക്ക് കൂടിയാണ്. ഹെർമൻ മെൽവിലിന്റെ ഒരു ബുക്കാണ് കേട്ടോ. അതിലൊരു ക്യാരക്ടറാണ് ബാട്ടിൽ ബി എന്ന് പറഞ്ഞാല്. ഓക്കെ, അതിനെ റിലേറ്റ് ആയിട്ടാണ് ഈ പേര് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ കാണിക്കാം. ആദ്യം നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ കാണിക്കാം. ഓക്കെ, അപ്പൊ ബാട്ടിൽ ബി ഏതായിരിക്കും? D2 പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ബാട്ടിൽ ബി ഏതാണ് വരിക? ബാട്ടിൽ ബി ഗോസ് ടു ഇതാണോ? ആണോ? ഇത്തോന്നോ? B3 ആണ് വരിക. അമ്മ എന്താരും എന്താരും പറയാത്ത? യെസ്, ആൻസർ A ആണ്. ഓക്കെ. ബാട്ടിൽ ബി is a classic online platform providing literature, poetry. ഓക്കെ, ഇത് ലിറ്ററേച്ചർ, പോയട്രി, ഫിക്ഷൻ, എസ്സേസ് ഒക്കെ തരുന്ന ഒരു ഇതാണ്, പ്ലാറ്റ്ഫോമാണ് ബാട്ടിൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോജക്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസിന്റെ ഒക്കെ കണ്ടന്റ് തരുന്നത്. പിന്നെ വേൾഡ് കാറ്റ്, അതൊരു ബിബ്ലിയോഗ്രാഫിക് ആയിട്ടുള്ള ഡാറ്റാബേസ് ഒക്കെ തരുന്നത്. പിന്നെ ശോധഗംഗ, ഓക്കെ, ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഇലക്ട്രോണിക് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ. ഫാക്ച്വൽ അല്ലേ, എല്ലാ ഡിസ്കഷൻ വേണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഹെർമൻ മെൽവിലിന്റെ ബാട്ടിൽ ബി തന്നെയാണ് അതിന്റെ പേര്. ആ ഒരു വർക്കിന്റെ പേര് ബാട്ടിൽ ബി ദ സ്ക്രീവനർ എന്നാണ് ആ വർക്കിന്റെ പേര്. ഓക്കെ, ഹു വാസ് ഹെർമൻ മെൽവിൽ? അത് ഞാൻ ചോദിക്കട്ടെ. ഹു വാസ് ഹെർമൻ മെൽവിൽ? യെസ്, ഏത് എത്നിസിറ്റി ആണ്? വാസ് ഹി യെസ്, അമേരിക്കൻ ഓഥർ ആണ് കേട്ടോ. ഹെർമൻ മെൽവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കാണ് ബാട്ടിൽ ബി ദ സ്ക്രീവനർ എന്ന് പറഞ്ഞിട്ടുള്ള 1853 ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതിലെ ക്യാരക്ടറാണ് ബാട്ടിൽ ബി. അതാണ് ഈ ഒരു പേര് വരുമ്പോ തന്നെ നമ്മളെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കണക്ഷൻ വരണം. അതാ ഞാൻ ചോദിച്ചു നേരത്തെ. ഓക്കെ, ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കണം നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ, മോബിഡിക്ക് പറഞ്ഞല്ലോ. മോബിഡിക്കിലെ നരേറ്റർ ആരായിരുന്നു? കോൾമി. ആ ഒരു നരേറ്റർ പേരുണ്ട്, കോൾമി എന്ന് പറഞ്ഞിട്ട്. യെസ്, വെരി ഗുഡ്. കോൾമി ഇസ്മായിൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ അഹാബ്, നരേറ്റർ വാസ് ഇസ്മായിൽ. വെരി ഗുഡ്. ഓക്കെ, സോ ഹാപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ആർക്കെങ്കിലും ഇത് വേണോ? ഇതൊക്കെ തരും കേട്ടോ. ഈ എക്സ്പ്ലനേഷന് ഗ്രൂപ്പിൽ ഇടും. അതാ ഞാൻ പിന്നെ ഇത് വല്ലാതെ കാണിച്ച് ടൈം കളയാത്തെ. അതുകൊണ്ട് ഇതെല്ലാം ഗ്രൂപ്പിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം റീഡ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GB shows Pygmalion dramatizes the dash myth of a sculptor. യെസ്, B ആണോ? ഗ്രീക്ക് ആണെന്ന് പറയുന്നില്ലേ? യെസ്, പിഗ്മാലിയൻ എല്ലാരും സ്റ്റോറി ഒക്കെ അറിയോ? എന്താ പറഞ്ഞ?
നോട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രൂപ്പിൽ ഇടും കേട്ടോ, നിങ്ങൾക്ക് ഇതെല്ലാം ഗ്രൂപ്പിൽ ഇടും. അതാണ് ഞാനിപ്പോ ഇത് കാണിച്ചിട്ട് ടൈം കളയാത്തെ. ഓക്കെ, ഗ്രൂപ്പിൽ ഇടുമ്പോ എന്തായാലും നോട്ട് നിങ്ങൾക്ക് എഴുതാതെ തന്നെ ഇതിൽ തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ പറയുന്ന എന്താണ്, ഗ്രീക്ക് സ്റ്റോറി ആണല്ലേ, ഗ്രീക്ക് ക്യാരക്ടർ ആണ് അല്ലെ, ഗ്രീക്ക് മിത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിഗ്മാലി എന്ന് പറഞ്ഞാല് ഒരു ഫ്ലവർ ഗേളിനെ നമ്മൾ അത്രയും ഒരു ഹൈ ക്ലാസ് ആയിട്ടുള്ള ലേഡി ആക്കാം ത്രൂ ടീച്ചിങ് ഹെർ എന്ന് പറഞ്ഞിട്ട് ഒരു ബെറ്റ് വെക്കാണ്. ഇതിലെ ഒരു ടീച്ചർ, ഒരാളും ഒരു ടീച്ചറും തമ്മിൽ ബെറ്റ് വെക്കാണ്. അങ്ങനെ ലാസ്റ്റ് ഈ അയാൾ ബെറ്റ് വെച്ച പോലെ തന്നെ ആയി. പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക്, എലിസ ഡൂലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. ആൻഡ് ഷീ ലീവിങ് ഹിം. ഓക്കെ, തന്നെ യൂസ് ചെയ്ത പോലെ തോന്നിയിട്ട് ലാസ്റ്റ് ലീവ് ചെയ്യുന്ന കാര്യമായിരുന്നു ഈ ഡ്രാമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള ഈ സ്റ്റോറിയിൽ എന്തായിരുന്നു ഉണ്ടായെന്ന് അറിയോ? ഒറിജിനൽ ആയിട്ടുള്ള ഈ സ്റ്റോറിയിൽ എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ആർക്കെങ്കിലും അറിയോ? ഇതില് എലിസ ഡൂലിറ്റില് ആ ആളെ, ആ ടീച്ചറെ ഒഴിവാക്കിയിട്ട് പോവാണ് തനിക്ക് വിഷമായിട്ട്. ഒറിജിനൽ സ്റ്റോറി, ആ മിത്തിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? എനിബഡി നോ? യെസ്, വെരി ഗുഡ്. അയാള് ആ സ്റ്റാച്യു ആയിരുന്നു, പിന്നെ ഒരു ഐവറി സ്റ്റാച്യു ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അയാൾ ലാസ്റ്റ് ഗലാത്തിയ എന്നൊരു പേരിടാണ് ആ ഒരു സ്റ്റാച്യുവിന്. ഓക്കെ, അങ്ങനെ ആ സ്റ്റാച്യുവിന് ലൈഫ് കൊടുക്കാണ്. വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡ്. ആൻഡ് പിഗ്മാലിയൻ മാരീസ് ഹെർ. ഗലാത്തിയ എനിക്ക് തോന്നുന്നു എന്താണ്, ജോൺ ലില്ലിയുടെ ഒരു വർക്ക് ഉണ്ട് ഗലാത്തിയ എന്ന് പറഞ്ഞിട്ട്, അതാണോ? ഐ തിങ്ക് സോ. അതേപോലെ തന്നെ ഡിസ്ഗൈസ് ചെയ്യുന്ന സ്റ്റോറിയാണ് ഗലാത്തിയ, ജോൺ ലില്ലിയുടെ. അതെ, ഓക്കെ. അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ ഈ മിത്തൊക്കെ കേൾക്കുമ്പോ ഇപ്പോ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യട്ടെ, അതാ ഞാൻ പറയുന്നത്. ഇപ്പോ ഈ മിത്ത് എന്നൊക്കെ ഗ്രീക്ക് മിത്ത്, അത് മിത്ത്, അതേപോലെ ഇറ്റാലിയൻ മിത്ത്, അതേപോലെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോ എന്തായാലും ഇതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് വർക്ക്സ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റഫർ മാളോടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ഒരു മിത്ത്, ഇക്കറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒഡീസി, ഉലിസിസ് ഒഡീസി ഒക്കെ അങ്ങനത്തെ മിത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള വർക്ക്, മേജർ ആയിട്ടുള്ള വർക്ക് നോക്കുമ്പോൾ, ഇതേപോലെയുള്ള മിത്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്ക് നോക്കുമ്പോൾ അതിന്റെ ആ ഒരു ഗ്രീക്ക് സൈഡ്, ആ ഒരു മിത്തിക്കൽ സൈഡ് കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിഗ്മാലിയൻ ഇതേപോലെ മിത്തുന്ന് ഉണ്ടായതാണ്. പിന്നെ ഒലിസിസ്, ഒഡീസി, പിന്നെ യൂജീൻ ഓനീലിന്റെ മോർണിംഗ് ബിക്കംസ് എലക്ട്ര എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രീക്ക് ട്രാജഡിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വർക്കാണ്. അധികം ഗ്രീക്കാണ്. ഇറ്റാലിയനും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ആദ്യം ഇറ്റാലിയൻ ആയിരുന്നു, പിന്നീടാണ് ഗ്രീക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? കെമേലിയൻ, കെമേലിയൻ മീൻ ഒന്ന് ഇട്ടോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ക്ലിയർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ഫുള്ളായിട്ട് ഒന്ന് ഇട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുന്നേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാനിപ്പോ പറഞ്ഞു ക്രിസ്റ്റഫർ മാളോടെ വർക്ക് ഉണ്ടായിരുന്നു ഫോസ്റ്റേഴ്സ്. ഏത് മിത്തിക്കൽ ക്യാരക്ടറെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ഫോസ്റ്റേഴ്സ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? യെസ്, വെരി ഗുഡ്, ഇക്കറസ്. അതും ഞാൻ CYQൽ അത്യാവശ്യം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്കറസ് എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. ഈ ഒരു വാക്സ് സ്റ്റാച്യു, വാക്സിന്റെ വിങ് ഉണ്ടാക്കിയിട്ട് സണ്ണിനോട് കൂടെ പറന്നിട്ട് ലാസ്റ്റ് ഡോൺഫോൾ ആയിട്ടുള്ള, ജസ്റ്റ് ലൈക്ക് പോസ്റ്റേഴ്സ്, ഓവർ റീച്ചർ ആയിട്ടുള്ള പ്രോമിത്യൂസ്, മോഡേൺ പ്രോമിത്യൂസ് എന്ന് പറഞ്ഞിട്ട് സബ് ടൈറ്റിലുള്ള ബുക്ക് ഏതായിരുന്നു? സബ് ടൈറ്റിൽ അല്ല, എക്സ്റ്റെൻഡഡ് ടൈറ്റിൽ ഏതായിരുന്നു അത്? മോഡേൺ പ്രോമിത്യൂസ്. യെസ്, വെരി ഗുഡ്, ഫ്രാങ്ക്സ്റ്റൈൻ. അത് അത് ഏത് മിത്തിക്കൽ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരുന്നു ഫ്രാങ്ക്സ്റ്റൈൻ ഉണ്ടായിരുന്നത്? മേരി ഷെല്ലിയുടെ പ്രോമിത്യൂസ്. വെരി ഗുഡ്, പ്രോമിത്യൂസ്. അപ്പൊ ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള വർക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു മിത്തിക്കൽ സൈഡ് കൂടെ നോക്കുക. കാരണം അതിന്റെ CYQs കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇക്കറസ് ഒക്കെ നല്ലോണം വന്ന് കണ്ടിട്ടുണ്ട്. അടുത്തത്, ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. അപ്രസ്തുത പ്രശംസ, വ്യാജസ്തുതി, നിദർശനം, സഹോക്തിന്റെ ഭാഗത്ത്, പിന്നെ കമ്പൈനിങ് മൾട്ടിപ്പിൾ ക്വാളിറ്റീസ്, ഗിവിംഗ് എക്സാമ്പിൾ, അനലോഗി, പ്രൈസിങ് സംതിങ് ഇൻഡയറക്ട്ലി, പ്രൈസ് ഡിസ്ഗൈസ്ഡ് ആസ് എ ബ്ലേഡ്.
ഇതിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി. വ്യാജസ്തുതി എന്നൊക്കെ കേട്ടാലും ഏതായിരിക്കും വരാം? അതെ, he stole fire from God to give that to humanity, but God punished. അതായിരുന്നു പ്രോമിത്യൂസിന്റെ സ്റ്റോറി, ജസ്റ്റ് ലൈക്ക് ഫ്രാങ്കൻസ്റ്റൈൻ. ഓക്കെ, ഏതായിരിക്കും വരാം? ഈ ഒരു വ്യാജസ്തുതി എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെ, ഏതായിരിക്കും? ഡിസ്ഗൈസ്. അതെ, പ്രൈസ് ഡിസ്ഗൈസ്ഡ് ആസ് എ ബ്ലെയിം ആണ് അല്ലേ? അപ്പൊ ബി 4 ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? യെസ്, ദ ആൻസർ ഇസ് ബി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് PDF തരും. ഇതിപ്പോ നോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. PDF തരുമ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാട്ടോ. ഓക്കെ, അപ്രസ്തുത പ്രശംസ എന്ന് വെച്ചാല് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്യുക, അതിനാണ് അപ്രസ്തുത പ്രശംസ എന്ന് പറയാ. വ്യാജസ്തുതി എന്ന് വെച്ചാല് ബ്ലെയിം, ഡിസ്ഗൈസ് ആയിട്ട് ബ്ലെയിം ചെയ്യാം. കണ്ടാൽ പ്രൈസ് ചെയ്യാന്ന് തോന്നും, ഒരു കൈൻഡ് ഓഫ് ഒരു ഐറോണിക് പ്രൈസ്. പിന്നെ നിദർശനം എന്ന് വെച്ചാൽ ഒരു ഇല്ലുസ്ട്രേറ്റിംഗ് പോയിന്റോ കോൺസെപ്റ്റോ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു കൊടുക്കുക. പിന്നെ സഹോക്തി എന്ന് വെച്ചാൽ സ്പീച്ച് വിത്ത് ടുഗദർനെസ്, നമ്മൾ മൾട്ടിപ്പിൾ ആക്ഷനും സ്പീച്ചും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വാളിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ സഹോക്തി എന്ന് പറയുന്നത്. ഓക്കെ, നാട്യശാസ്ത്ര ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇടക്കിടക്ക്. നാട്യശാസ്ത്ര ആരായിരുന്നു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ്? നാട്യശാസ്ത്ര എന്നുള്ളത് ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു? ഭരതമുനി. യെസ്, വെരി ഗുഡ്. ആൻഡ് ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അനന്തവർദ്ധനന്റെ ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നാട്യശാസ്ത്ര ഭരതമുനി. അനന്തവർദ്ധനന്റെ ടേം ഏതായിരുന്നു? ധ്വന്യ ലോക. യെസ്, ഗുഡ്. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം പ്രിപ്പയർഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എന്നാ ഒന്നുകൂടി ചോദിക്കട്ടെ. അഭിനവഗുപ്ത ആരുടെ ആയിരുന്നു? അഭിനവഗുപ്തന്റെ മെയിൻ ടേം എന്തായിരുന്നു? അല്ല, ആ ഫെമിലിയാരിറ്റി നമുക്ക് വേണ്ടേ. എന്തായിരുന്നു അഭിനവഗുപ്തന്റെ ടേം? അഭിനവ ഭാരതി. ഓക്കെ, അഭിനവഗുപ്തന്റെ അഭിനവ ഭാരതി, അനന്തവർദ്ധന ധ്വന്യലോക, ഭരതമുനി നാട്യശാസ്ത്ര. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഇതൊക്കെ ചിലതൊക്കെ നെയിംസ് കേട്ടാൽ തന്നെ, അതെ, രസാ തിയറി ഓൾസോ, നെയിംസ് കേട്ടാൽ തന്നെ കുറെയൊക്കെ മനസ്സിലാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഹാസ് എൻ അക്കൗണ്ട് ഓഫ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് എ ബ്രൗൺ മാൻ ഇൻ സെർച്ച് ഓഫ് സിവിലൈസേഷൻ? ഒരു ബ്രൗൺ മാൻ ഇൻ സെർച്ച് ഓഫ് സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു തീമാറ്റിക് ആയിട്ടുള്ള ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് 1 by 1 നോക്കാം. ഓപ്ഷൻ എ ആണല്ലേ ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ആൻസർ. എ പാസേജ് ടു ഇന്ത്യ ബൈ ഹോം. എ പാസേജ് ടു ഇന്ത്യ ആരാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്? EM ഫോസ്റ്റർ വർക്ക് ആയിരുന്നു അല്ലെ? പാസേജ് ടു ഇന്ത്യ 1924 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടൈംലെസ് ഇന്ത്യ ആൻഡ് ഡിഫൻസ് ഇന്ത്യ ആർ ബൈ ഒന്ന് ആരാണ് ടൈംലെസ് ഇന്ത്യ ആൻഡ് ഡിഫൻസ് ഓഫ് ഇന്ത്യ എഴുതിയിട്ടുണ്ടായിരുന്നത്? എനിബഡി നോ? എനിബഡി നോ? ചിലപ്പോ ഇപ്പത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോ നാളെ, ഇപ്പത്തെ ഓപ്ഷൻസ് നാളെ ചിലപ്പോ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആരാ എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് അറിയോ? വാൾട്ട് വിറ്റ്മാൻ പാസേജ് ടു ഇന്ത്യ പോം ഉണ്ട്. എനിബഡി നോ? മുൽക്ക് രാജാനന്ദ് ആണോ? അങ്ങനെ വർക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വർക്ക് ഉണ്ട്. ഡിഫൻസ് ഓഫ് ഇന്ത്യ എഴുതിയിട്ടുണ്ടായിരുന്ന മുൽക്ക് രാജാനന്ദും ടൈംലെസ് ഇന്ത്യ എഴുതിയിട്ടുണ്ടായിരുന്നത് RK നാരായണും ആണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പാസേജ് ടു ഇംഗ്ലണ്ടിന്റെ തീം എന്താണെന്ന് അറിയോ? ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള സോറി പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. പാസേജ് ടു ഇന്ത്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എനിബഡി നോ? ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു നിരാസി ചൗധരി, ബിക്കോസ് അദ്ദേഹം അവരുടെ വ്യൂവിൽ നിന്നിട്ട് ഒരു ഇന്ത്യൻ എന്നുള്ള ആ ഒരു രീതിനേക്കാളും അവര് അദ്ദേഹം വെസ്റ്റേൺ കൾച്ചറിന് അത്യാവശ്യം പൊക്കി പറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിരുന്നു കേട്ടോ ഇത്. എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ആളായിരുന്നു നിരാസി ചൗധരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇടക്കിടക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാസേജ് ടു ഇംഗ്ലണ്ട് ആൻഡ് പാസേജ് ടു ഇന്ത്യ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. യെസ്, ഡിഫൻസ് ഓഫ് ഇന്ത്യ റിട്ടേൺ ബൈ RK നാരായൺ. അല്ല, ടൈംലെസ് ഇന്ത്യ ആണ് RK നാരായൺ. ഡിഫൻസ് ഓഫ് ഇന്ത്യ മുൽക്ക് ആനന്ദ്. ഇതിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എനിവേ ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ ഒന്നുകൂടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? നിരാസി ചൗധരിന്റെ ഒരു ഫേമസ് വർക്ക് കൂടെ ഉണ്ട്, നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് കൂടെ ഉണ്ട്. അത് ഏതാണ്? നിരാസി ചൗധരിന്റെ ഒരു വർക്ക് കൂടെ ഉണ്ട് എപ്പോഴും. യെസ്, ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അൺനോൺ ഇന്ത്യൻ. അത് എപ്പോഴും നമ്മൾ PYQs വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിലിങ്ങനെ പറയുന്നുണ്ട് കൂടുതലും ഇംഗ്ലണ്ട് ആ ഒരു വെസ്റ്റേൺ കൾച്ചറിനെ പറയുന്ന, കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വർക്കാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അൺനോൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. EM പോസ്റ്ററിന്റെ പാസേജ് ടു ഇന്ത്യയും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ക്വസ്റ്റ്യൻ ആൻസറും കാണുന്നുണ്ട് അല്ലേ? എനിക്കറിയാം പ്രിപ്പയർഡ് ആണ് നിങ്ങൾ, എന്നാലും ഓക്കെ. ദ ഫോളോയിങ് ലൈൻസ് ആർ സ്പോക്കൺ ബൈ വിച്ച് ക്യാരക്ടർ ഇൻ ഷേക്സ്പിയർസ് പ്ലേസ്? Put out the light and then put out the light. If I quench thee, thou flaming minister, I can again thy former light restore. ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് അല്ലെ? ബിഫോർ എ ട്രാജഡി എന്നൊക്കെ പറയാം. ഈ ഒരു ലൈന് പറയുന്നത് ട്രാജഡിക്ക് ജസ്റ്റ് മുന്നാണ്. എന്തായിരുന്നു ആ ട്രാജഡി? എനിബഡി നോ? ഒതല്ലോ. ഇതെപ്പോഴാണ് ഒതല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൈന്? ഒതല്ലോ അത് മക്കളിട്ട് പോകുന്ന സ്റ്റോറി കിങ് ലെയറിലാണ്, അഷ്ഫാഖ്. ഓക്കെ, ഈ ഒരു ലൈൻ എപ്പോഴായിരുന്നു ഒതല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കോണ്ടെക്സ്റ്റ് കൂടെ. അതെ, ബിഫോർ കില്ലിങ് ഹിസ് വൈഫ് അല്ലെങ്കിൽ ബിഫോർ മർഡറിങ് ഹിസ് വൈഫ്. എന്തായിരുന്നു? ലൈറ്റ് ഓഫാക്കിയ ലൈറ്റ് വീണ്ടും നമുക്ക് ക്യാൻഡിലോ നമുക്കത് കത്തിക്കാം. പക്ഷെ ഈ ഒരു ലൈറ്റ് ഞാൻ ഓഫാക്കിയാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഓതല്ലോ ഈ ഒരു ഇത്രയും സാഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മർഡർ ഡെസ്ഡിമോണ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ആക്ട് 5 സീൻ 2. ആൻഡ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിനെ കുറിച്ച് പറയണോ? ഹാംലെറ്റ് അങ്ങനത്തെ ഒക്കെ. ഹാംലെറ്റ് എനിക്ക് തോന്നുന്നു ഇതില് മാക്ബത്തും ഇതും ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം മാക്ബത്തിലും ഏകദേശം ഇങ്ങനത്തെ ഒരു ലൈന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഔട്ട് ബ്രീഫ് കാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈന് വരുന്നുണ്ട് മാക്ബത്തിൽ. എന്ത്? ലേഡി മാക്ബത്തിന്റെ ഡെത്ത് കേൾക്കുമ്പോ മാക്ബത്ത് പറയുന്ന ലൈന് കൂടി ഉണ്ട്. അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഔട്ട് ബ്രീഫ് കാൻഡിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഇതില് ഏതാണ് ഫസ്റ്റ് വരുന്നത്? നമുക്ക് ക്രോണോളജി കൂടി ഒന്ന് നോക്കണല്ലോ. ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? എനിബഡി നോ? കിങ് ലെയർ, ഹാംലെറ്റ്, ഒതല്ലോ, മാക്ബത്ത്. ഓക്കെ, പിന്നെ ഏതാ അടുത്തത്? ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഹാംലെറ്റ്, പിന്നെ ഏതാ? ഹാംലെറ്റ് കഴിഞ്ഞിട്ട് ഒതല്ലോ. യെസ്, വെരി ഗുഡ്. പിന്നെ
പിന്നെ ഏതാണ്? കിങ് ലെയർ ആണോ മാക്ബത്ത് ആണോ? കിങ് ലെയർ, യെസ്. ആൻഡ് ലാസ്റ്റ് ആണ് മാക്ബത്ത് വരുന്നത്. അതെ, yes. ആ ഒരു കോഡ് വായിച്ചാൽ മതി കേട്ടോ, പൊക്കും എന്നുള്ള. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിന്റെ ക്രോണോളജി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നും കൂടി നോക്കുക. അപ്പൊ ഒന്നുകൂടെ, ലാസ്റ്റ് വർക്ക് ടെമ്പസ്റ്റ് ആൻഡ് വിന്റേഴ്സ് ടൈലൊക്കെ ലാസ്റ്റ് വർക്കാണ്. ടെമ്പസ്റ്റ് വന്നാൽ എന്തായാലും അത് ലാസ്റ്റ് ആയിരിക്കും വരിക. സോ ആ ഓപ്ഷന് നോക്കാം. അടുത്ത ലൈൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ ഓക്കെ അല്ലേ? ഐ റിപ്പീറ്റ്, ഇങ്ങനെ മാക്ബത്തിൽ ഒരു ലൈൻ ഉണ്ട് കാൻഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതും ഇതും മാറിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആണ്. Read the question always. Which of the following statements are correct about research methods? Okay. ഏതൊക്കെയാണ്? വൺ ബൈ വൺ നോക്കാം നമുക്ക്. വൺ ബൈ വൺ നോക്കല്ലേ? സ്ട്രക്ചറലിസം ഐഡന്റിഫൈ സ്ട്രക്ചർ ഇൻ എ ലാംഗ്വേജ്. കറക്റ്റ് ആണോ അതൊക്കെ? ഓർ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഐഡന്റിറ്റീസ് ആൻഡ് മീനിങ്സ് ദാറ്റ് ഷോസ് ദ വേസ് ഇൻ വിച്ച് വി തിങ്ക്. കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ് അല്ലേ? നമ്മുടെ സജോറിന്റെ ഒരു, നമ്മള് ഫൗണ്ടേഷണൽ ടേം തന്നെയാണിത്. ഫൗണ്ടേഷണൽ ലൈൻസ് തന്നെയാണ് സ്ട്രക്ചറലിസത്തിന്റെ. അടുത്തത്, അപ്പോ എ കറക്റ്റ് ആയിട്ടോ. അപ്പൊ നമുക്ക് സി ആൻഡ് ഡി എന്താണ് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? അടുത്തത് ബി. ഞാൻ വൺ ബൈ വൺ ആയിട്ട് പോവാണെങ്കിൽ ടൈം ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത സജോറിന്റെ തിയറി ഓഫ് ലാംഗ്വേജ് ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ ലാംഗ് ആൻഡ് പരോൾ. ട്രൂ അല്ലേ? വാട്ട് വാസ് ലാംഗ് ആൻഡ് വാട്ട് വാസ് പരോൾ? ആ പറഞ്ഞ ലാംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് വാസ് ലാംഗ് ആൻഡ് വാട്ട് വാസ് പരോൾ? ആദ്യം ലാംഗ് എന്താ പറഞ്ഞാൽ മതി. പരോൾ ഇസ് ഇൻഡിവിജ്വൽ അട്ടറൻസ് എന്ന് പറയും. അറ്റ് ദ മൊമെന്റിൽ ആ ഒരു ഇൻഡിവിജ്വൽ സ്പീച്ചിനെ പരോൾ എന്ന് പറയും. ലാംഗ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു റൂൾസ്, അതിനാണ് നമ്മൾ ലാംഗ് ആൻഡ് പരോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതും കറക്റ്റ് ആണ് അല്ലെ? തഷോർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളതും. പിന്നെ ഓപ്ഷൻ സി, സംടൈംസ് കാൾ ദ സ്കൂൾ ഓഫ് ലണ്ടൻ. ദീസ് ന്യൂ ക്രിറ്റിക് ഇൻക്ലൂഡ് റോളൻ ബാത്ത്, ജാക്കസ് ഡെറിഡ, മിഷേൽ ഫൂക്കോ ആൻഡ് ടൊറോട്ടോ. കറക്റ്റ് ആണോ? സ്കൂൾ ഓഫ് ലണ്ടൻ ആണോ അവര്? അല്ല അല്ലേ? ഇസ് ദാറ്റ് സോ? റോളം ബാത്തും ജാക്കസ് ഡെറീഡ ആൻഡ് മിഷേൽ ഫൂക്കോ ആർ ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റ് ആണ്. അവർ ഒരിക്കലും സ്കൂൾ ഓഫ് ലണ്ടൻ എന്നുള്ള ആ ഒരു ടേം വന്നാൽ അത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഇ, സോറി ഡി. ഇത് കറക്റ്റ് ആണോ? ഡീഫെമിലറൈസേഷൻ റിലേറ്റഡ് ടു സ്കൊളോസ്കി ആണോ? യെസ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്. എന്താ ഡീഫെമിലറൈസേഷൻ വെച്ചാൽ നമുക്ക് എന്താണ്, ആർട്ടിനെ നമ്മൾ ആ ഒരു ഫെമിലിയാരിറ്റിന്ന് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ആക്കുന്നതിനാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. അത് റഷ്യൻ ഫോമിലിസ്റ്റ് ആയ വിക്ടർ സ്കൊളോസ്കി ആണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈസ് എൻറ്റയർലി റോങ് അല്ലേ? ജോണാഥൻ കൊള്ളർ ആൻഡ് റോബർട്ട് സ്കോൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസ്റ്റ് ഫെനറ്റിക്സ് ഒക്കെ ആയിട്ട് പോളിറ്റിക്സ് ആണ്, ലിറ്റററി തിയറിസ്റ്റ് ആണ്, നോട്ട് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പഠിക്കൂല. അവിടെ ഫ്രൂഡും ലക്കാനും സ്ട്രാഷിയൊക്കെ ആണ് ഉള്ളത്. അപ്പൊ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്, ആർട്ട് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അൺഫെമിലിയർ മാനർ. നമ്മൾ എപ്പോഴും കാണുന്ന സാധനത്തിന്റെ കൂടെ ആർട്ടിനെ വെച്ചാൽ നമുക്ക് അതൊരു എൻജോയബിൾ ആയി തോന്നില്ല അല്ലെ? സോ ആർട്ടിനെ ഫെമിലിയറൈസ് ചെയ്യുന്നതിന്, ഡീഫെമിലിയറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചെറുതായി? ഓക്കെ, കഴിഞ്ഞിട്ടോ? ഒന്നുകൂടെ ഉള്ളൂ. Which of the following novels of E.M. Forster doesn't display the mentioned contrast? Doesn't display എന്നാണ് കേട്ടോ, നെഗറ്റീവ് ആണ്. Doesn't display ഏതായിരിക്കും? കോൺട്രാസ്റ്റ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ പാസേജ് ടു ഇന്ത്യ, കോൺട്രാസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് കൾച്ചർ. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട്. പറയൂ. ഓപ്ഷൻ ബി ആണോ? പാസേജ് ടു ഇന്ത്യയിൽ ഈസ്റ്റ്. യെസ്, ഓപ്ഷൻ ബി ആണോ?
ഇത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഈ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് നമ്മൾ വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്. ആരെ യെസ്, അത് ഇറ്റാലിയൻ ആണ് കേട്ടോ. ഞാൻ അതിന്റെ കൂടെ യെസ്, പോപ്പിന്റെ വർക്കാണ് വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. അതിലൊരു കോട്ടാണ് കേട്ടോ. അതിൽ നിന്നാണ് ഈ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. എസ്സേയും ക്രിറ്റിസിസം എന്നുള്ള വർക്കാണ് തോന്നുന്നു. അതിലൊരു കോട്ടാണ് ഫൂൾസ് റഷ് വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നുള്ള ഈ ഒരു ലൈനും എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായിട്ടുള്ളത് ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ആൻഡ് ഇറ്റാലിയൻ എന്നുള്ള കോൺട്രാസ്റ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. മറ്റുള്ള ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യണോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഉം. ഈ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടോ നിങ്ങള്? വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ പാസേജ് ടു ഇന്ത്യ നമുക്ക് അറിയാലേ. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളും ആ ഒരു സ്റ്റോറിയാണ് പാസേജ് ടു ഇന്ത്യയിൽ റേപ്പ് ആയിട്ട് നമ്മൾ അക്യൂസ് ചെയ്യാണല്ലേ ആളെ. ഒരു പെൺകുട്ടി റേപ്പ് അക്യൂസ് ചെയ്യാണ് ഈ ഒരു സ്റ്റോറിയിൽ പാസേജ് ടു ഇന്ത്യ എന്നുള്ളതിൽ. പിന്നെ അടുത്തത് വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നുള്ളത് ഒരു 1905 പോസ്റ്റന്റെ ഡെബ്യൂ ആണ് കേട്ടോ ഇത്. അതിൽ കൂടുതലായിട്ട് ഇംഗ്ലീഷ് കൾച്ചർ വിത്ത് ഇറ്റാലിയൻ കൾച്ചർ രണ്ടും കൂടി മിക്സ് ആണ്. അപ്പൊ ഇവിടെ തെറ്റിപ്പോയത് ഇവിടെ ഫ്രഞ്ച് അല്ല, അവിടെ ഇറ്റാലിയൻ കൾച്ചർ ആണ് കേട്ടോ. അതാണ് അവിടെ തെറ്റിപ്പോയത്. അപ്പോൾ അതിലൊരു ഇംഗ്ലീഷ് ഫാമിലി ഒരു ഒരു ബേബിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഒരു ഇറ്റാലിയൻ മാനിനെ കല്യാണം കഴിച്ച ഒരു വിഡോന്റെ കയ്യിൽ നിന്ന് ഒരു ബേബിനെ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ ഒരു വർക്കിലുള്ളത്. വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നുള്ള ഒരു വർക്കിലുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റാലിയൻ ആണ്. പിന്നെ അടുത്തത് റൂം വിത്ത് എ വ്യൂല് നമുക്കറിയാം. അതിൽ കൂടുതൽ ഒരു എഡ്വാർഡിയൻ ഇംഗ്ലീഷ് സൊസൈറ്റി, ഇറ്റലി അങ്ങനത്തെ ഒരു ഇറ്റാലിയൻ കൾച്ചർ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറൻസ്, ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്നുള്ള പ്ലേസിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹോവാർഡ് സെന്റും അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഹോവാർഡ് സെന്റിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു ലൈനാണ് ഓൺലി കണക്ട് എന്നുള്ള. ഈ ഹോസ്റ്റന്റെ ഓൺലി കണക്ട് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവൂലേ, അത് ഹോവാർഡ് എൻഡിലാണ് ഉള്ളത്. ഓക്കെ, ഇത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണ്. ഒരു സിസ്റ്റേഴ്സിന്റെ ആണ്, ഗൾഫ് സിസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റോറിയാണ്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കൊമേഴ്ഷ്യലിസം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് വിൽകോക്സ് ഫാമിലിന്റെ സ്റ്റോറിയാണ് ഇതും പറയുന്നത്. ഇതിലാണ് ഹോവാർഡ് സെന്റിലാണ് ഓൺലി കണക്ട് എന്നുള്ള ആ ഒരു മാക്സിമം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇത് അത്യാവശ്യം ഫേമസ് ആണ്, ഓൺലി കണക്ട് എന്നുള്ള ആ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ഓൺലി കണക്ട് ഏത് വർക്കിലാണ് ഈ ഒരു ടേം ഉള്ളത് എന്നൊക്കെ ഒരു PYQ ഉണ്ടായിരുന്നു. അതെ, ഓൺലി കണക്ട് എന്നുള്ള PYQ ഉണ്ടായിരുന്നത് ഹോവാർഡ് സെന്റിലാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഉണ്ടായിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നുള്ളത് ഇറ്റാലിയൻ കൾച്ചറും ഇംഗ്ലീഷ് കൾച്ചറും തമ്മിൽ അവരുള്ള ഒരു കോൺട്രാസ്റ്റ് പറയുന്ന സ്റ്റോറിയാണ്. ആൻഡ് അടുത്തത് റൂം വിത്ത് എ വ്യൂവും ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ് എന്നാണ്. അടുത്തത് സിസേഴ്സ് ആൻഡ് വിൽകോക്സ് ഫാമിലിന്റെ കോൺട്രാസ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, യെസ്, ബി ആണ് ആൻസർ. ഇതിൽ ഇവര് അത്യാവശ്യം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സിസ്റ്റേഴ്സ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇവർ അത്യാവശ്യം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ആളുകളും ഈ വിൽകോക്സ് ഫാമിലി അത്യാവശ്യം പ്രാഗ്മാറ്റിക് റൂത്ത്ലെസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരെ കോൺട്രാസ്റ്റ് ആണ് ഹോവാർഡ് സെന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ഓത്തേഴ്സ് വിത്ത് ദെയർ. ഏതിലായിരുന്നു? ഞാൻ മെയിൻ തീമായിട്ട് പറഞ്ഞത്. നല്ല ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ സെഷൻ കഴിയില്ല. ഓക്കെ, ഈ ഹോവാർഡ് സെന്റും അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. വേർ ഏഞ്ചൽ ഫിയർ ടു ട്രെഡും അത്യാവശ്യം. അതെ,
ഫാമിലീസ് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് ഓക്കെ, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ആളുകളെ രാമാനുജനുണ്ട്, ശരത് ചന്ദ്ര ഉണ്ട്, ജിമ്മി അവീസ ഉണ്ട്, മിസ്സി മെസേക്കിയൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പോകുന്ന ഒരു നെയിം ഉണ്ട് ഇവിടെ. ഇതിപ്പോ നമുക്ക് അറിയില്ലെങ്കിലും ഈസി ആയിട്ട് ഏതാ പോവാ? വി നോ ദാറ്റ് എസേക്കിയൽ ബിലോങ്സ് ടു ദ ജ്യൂ കമ്മ്യൂണിറ്റി അല്ലെ? ജ്യൂ റിലീജിയൻ ആണ് എസേക്കിയലിന്റെ. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് എന്നുള്ളത് കണക്ട് ചെയ്യും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം അല്ലെ? ഓക്കെ, യെസ്, ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. മിസ്സി മെസേക്കിയൽ ജ്യൂ എന്നുള്ള അത് നമുക്ക് ആൻസർ കിട്ടുമല്ലോ അല്ലെ? ഡി സെക്കൻഡ് ആയപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇസെന്റ്. ഓക്കെ, അപ്പൊ എ കെ രാമാനുജൻ ഏതായിരിക്കും? എ ഗോസ് ടു 3. ഹിസ് ഫുൾ നെയിം വാസ് ആറ്റിങ്ങൽ കേളു രാമാനുജൻ എന്നാണ്. ഇപ്പൊ എ കെ രാമാനുജന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹി വാസ് എ ബ്രാഹ്മിൻ ആൻഡ് ഹി വാസ് എൻഗേജ്ഡ് വിത്ത് ഹിന്ദു ശ്രീവന്യശവ ട്രഡീഷൻസ് എന്നുള്ള ആ ഒരു രാമാനുജന്റെ വർക്ക് പറഞ്ഞ അതെ, സി ആണ് ആൻസർ. ഇപ്പൊ എസേക്കിയൽ ജൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇതിൽ മാത്രമേ ഉള്ളൂ. വി ആർ സോ ഷുവർ ദാറ്റ് എസേക്കിയൽ ഇസ് ജൂ. അപ്പൊ എന്തായാലും ഓപ്ഷൻ സി തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ആൻഡ് സോറി, പിന്നെ രാമാനുജന്റെ വർക്ക് പറഞ്ഞേ. എ വർക്ക് ബൈ കെ രാമാനുജൻ. കൂടുതലായിട്ടും നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു വർക്കാണ് രാമാനുജന്റെ. യെസ്, ബിച്ചോറി ഉണ്ട്, പിന്നെ സ്പീക്കിംഗ് ഓഫ് ശിവ ഉണ്ട്, പിന്നെ ഭക്തി പോയട്രി ഒക്കെ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് എ ട്രാൻസ്ലേറ്റർ ആസ് വെൽ, ഈസ് രാമാനുജൻ ഒരു ട്രാൻസ്ലേറ്റർ കൂടിയായിരുന്നു. പിന്നെ ജിമ്മി അവീസ നമുക്ക് കുറച്ചൊരു ഫെമിലിയർ അല്ലാത്ത നെയിംസ് ആണ് കേട്ടോ ഇതൊക്കെ. ജിമ്മി അവീസ എന്ന് പറഞ്ഞിട്ടുള്ള ഹി വാസ് എ പാസി എന്നൊക്കെ പറയാം. പാസി ആയിരുന്നു ഹിസ് എത്നിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ശരത് ചന്ദ്ര ലിംഗാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ മാപ്പ് ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തത് എസേക്കിയൽ. ഹി വാസ് എ ഈസ് ദർ എൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്? യെസ്, യെസ്, വെരി ഗുഡ് വർക്ക് ഓഫ് രാമാനുജൻ. അടുത്തത് ഇനി ക്വസ്റ്റ്യൻസും ആണോ? ഇതാണ് കേട്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ. ഇതുവരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നേരത്തെ ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ ഡൗട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിൽ നിന്ന് തന്നെയാണ്. വിച്ച് ഓഫ് ദ ചാൾസ് ഡിക്കൻസ് നോവൽസ് ഫേമസ്ലി ഓപ്പൺസ് വിത്ത് ദ സിറ്റി ഓഫ് ലണ്ടൻ ഷ്രോഡഡ് ഇൻ എ തിക്ക് ചോക്കിംഗ് ഫോഗ് സിംബലൈസിംഗ് കോർട്ട് ഓഫ് ചാൻസറി? ഏതായിരുന്നു? യെസ്, ബ്ലീക്ക് ഹൗസ്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേർസ്റ്റ് ഓഫ് ടൈംസ്. ഏത് നോവലിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ ആയിരുന്നു? യെസ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇയർ ഫോസ്റ്റേഴ്സ് നോവൽ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ഏത് വർക്ക് നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു ആ ഒരു ലൈന് ടൈറ്റില്? യെസ്, ഏത് വർക്ക് ആയിരുന്നു ചോദിച്ചത്? എസ്സേ ഓൺ ക്രിറ്റിസിസം ബൈ അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ജെയിംസ് ജോയ്സ് ഉലിസസ് മാപ്സ് ദി ഇവന്റ് ഓഫ് എ സിംഗിൾ ഡേ ഇൻ ഡബ്ലിൻ അല്ലെ? ഓൺ ടു വിച്ച് ക്ലാസിക്കൽ ഗ്രീക്ക് എപ്പിക്? ഉലിസസിന്റെ ആ ഒരു മാപ്പ് ചെയ്യുന്നത് ഏത് ഗ്രീക്ക് എപ്പിക്കിലേക്കാണ്? ഒഡീസി ബൈ അതുകൂടി പറയണം കേട്ടോ. ഒഡീസി ബൈ ഹോമർ. യെസ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഒന്നുകൂടി ഇതിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വിക്ടോറിയൻ നോവൽ ബൈ ചാൾസ് ഡിക്കൻ ഫീച്ചേഴ്സ് ദ ഇൻഡസ്ട്രിയൽ ടൗൺ ഓഫ് കോക്ക് ടൗൺ ആൻഡ് എക്സ്പ്ലോർസ് ദി ഹാർഷ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഓഫ് തോമസ് ഗ്രിൻഡ്? ഏതായിരുന്നു? ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ഓഫ് കോക്ക് ടൗൺ ഉള്ള ആ ഒരു വർക്ക് ഏതായിരുന്നു? അതെ, ഹാർഡ് ടൈംസ്. ഹാർഡ് ടൈംസിലെ തീം എന്തായിരുന്നു? ഒരു യൂട്ടിലിറ്റേറിയൻ തീം ആയിരുന്നു അല്ലെ ഹാർഡ് ടൈംസിൽ? ആ ഒരു ഫിലോസഫി ആയിരുന്നു ഹാർഡ് ടൈംസിൽ ഉണ്ടായിട്ടുള്ളത്. ഹു റോട്ട് റിലീജിയോ മെഡിസി? അടുത്ത ക്വസ്റ്റ്യൻ.
Who wrote Religio Medici? തോമസ് ബ്രൗൺ. യെസ്, ഇതൊക്കെ ഓക്കെ. ഇനി കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ സംസ്കൃത് പോയറ്റിക്സ്, what term denotes the core suggestion or implied meaning that transcends literal denotation, famously championed by Anandavardhana? Yes, very good term. ധ്വനി ആണ്. ധ്വനി. ഓക്കെ, പോരെ. ലാസ്റ്റത്തെ ഒന്നുകൂടെ ഉണ്ട്. In which Shakespearean play does the protagonist famously utter the beginning with to be or not to be? That is the question. Very easy. ഏതാണ്? To be or not to be? Yes, yes, yes. Very good. In E.M. Forster's novel A Passage to India, famously structured around three distinct structural sections. ഏതായിരുന്നു ഈ പാസേജ് ടു ഇന്ത്യ ഇല്ലേ പോസ്റ്ററിന്റെ? അതൊരു 3 സ്ട്രക്ചറൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് അറിയോ ആർക്കെങ്കിലും? ആ ഒരു ജിയോഗ്രഫിക്കൽ ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്ക്. പാസേജ് ടു ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ആ 3 നെയിംസ്, ആ ഒരു സെക്ഷൻസ് വരണം. അത് ഏതാണെന്ന് അറിയോ? യെസ്, വെരി ഗുഡ് ലീന. കേവ്സ് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്. യെസ്, ഒന്നൂടെ. കേവ്സ് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്, പിന്നെ മോസ്ക് ഉണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇത് പാസേജ് ടു ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു 3 സെക്ഷൻ, ഒരു ജോഗ്രഫിക്കൽ സെക്ഷൻ ആയിട്ടാണ്, ഒരു ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ മോസ്കും കേവും ടെമ്പിളും ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വൈൻഡപ്പ് ചെയ്യാം. 10 മണിയായി. ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ചിലതൊക്കെ ഓടിച്ചു വിട്ടിട്ടുണ്ട്, കാരണം ഇത് ലാസ്റ്റ് മിനിറ്റ് PYQ ഡിസ്കഷൻ ആയതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രിപ്പയർഡ് ആണ്. സോ ഫാർ വെരി മച്ച് പ്രിപ്പയർഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഇതെല്ലാം PYQ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ലാസ്റ്റ് ചോദിച്ചതൊക്കെ. പിന്നെ എപ്പോഴും അന്ന് നിങ്ങൾ ചാൾസ് ഡിക്കൻസിന്റെ വർക്ക് എല്ലാവരും ഇപ്പൊ ഇന്നലെ ചെയ്ത പോലെ തന്നെ ചാൾസ് ഡിക്കൻസിന്റെ വർക്ക്സ് ക്രൊണോളജിയിൽ ഒന്ന് ചെയ്തിട്ട് വിടാട്ടെ ഗ്രൂപ്പിൽ. ഇനിയിപ്പോ ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടോട്ടെ. അപ്പൊ നിങ്ങൾക്കും അത് പഠിക്കാം. ഓക്കെ, അത് മറക്കരുത്. ചാൾസ് ഡിക്കൻസിന്റെ വർക്ക്സ് ഇൻ ക്രൊണോളജി. ഓക്കെ, താങ്ക് യു. ബൈ. മറക്കരുതാരും. ബൈ.